ഡിപ്രഷൻ പല ടൈപ്സും ഉണ്ട്. അവർ ഭയങ്കര ദേഷ്യമായിട്ടായിരിക്കും ഇരിക്കുക. ആരെന്ത് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കത് പറ്റണമെന്നില്ല. പല രീതിയിലാണ് കേട്ടോ. തൊട്ട് താഴെ ഒരു സിബ്ലിംഗ് ഉണ്ടായി വിചാരിക്കും. മൂത്ത കൊച്ചിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ ഇൻഡിപെൻഡന്റ് ആക്കുന്നത്? ഒറ്റയ്ക്ക് മാറ്റി കിടത്തിയിട്ടും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വെച്ചു കൊടുത്തിട്ടും കുട്ടിക്ക് ഫീലിങ്സ് വരാം. എന്നെ വേറെ കുട്ടി വന്ന സമയത്താണ് മാറ്റി കിടത്തുന്നത്, ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലേ, എന്നെ വേണ്ടേ, എനിക്ക് സമയമൊന്നും തരാൻ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്. വീട്ടിൽ ഭയങ്കര റിയാക്റ്റീവായിട്ട് ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ ഡിസിപ്ലിൻ ചെയ്യിച്ചുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമ്മളെ കൺസിഡർ ചെയ്തൊന്നും ചെയ്യണില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓഫീസ് സ്പേസിൽ പോലും ഇപ്പം കൂടെയുള്ള കൊളീഗ്സ് ഡോറൊന്ന് തുറന്നു കൊടുക്കുന്നു, നിങ്ങൾ ആദ്യം കയറിക്കോളി ചെയ്തോളൂ എന്ന് പറയുന്നു. ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ വരെ എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യണോ? എല്ലാ ആണുങ്ങളും ഇങ്ങനെയല്ല. ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ കമ്പയർ ചെയ്ത് പോവുകയും അത് അഫെയറിലേക്ക് പോകണമെന്ന് പോലും ഇല്ല, നമുക്ക് ഇഷ്ടക്കേടാണ് കൂടുതൽ ആദ്യം വരിക. ഞാൻ ഡിസേർവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഇതല്ലല്ലോ എന്ന് തോന്നും. ഈ ചില കപ്പിൾസ് പാർട്ട്നേഴ്സ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈക്ക് അവർ ഫൈറ്റ് കൂടുമ്പോഴത്തേന് വെറുതെ അവളെ കൊള്ളിപ്പിക്കാൻ വേണ്ടി, ഒന്നുമില്ല, അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തിടുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ വേദനിപ്പിക്കാൻ നമ്മൾ ചിന്തിക്കുമോ? എന്തിനാണ് കൊള്ളിപ്പിക്കേണ്ട ആവശ്യം? എന്നാ കൊള്ളിപ്പിക്കുന്നതിന് പകരം ഹാപ്പി ആക്കി ഇരുത്താൻ ആലോചിച്ചാൽ പോരെ. ഒരുമിച്ച് ജീവിക്കാനുള്ള ആൾക്കാരല്ലേ. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങ് പോവും. അതെ അതെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. മൈൽ സ്റ്റോൺ ലൈഫ് ട്യൂട്ടോറിയലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സോ ഇന്ന് എൻ്റെ കൂടെ ഒരു അടിപൊളി ഗസ്റ്റ് ആണുള്ളത്. ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും സങ്കടമോ അല്ലെങ്കിൽ നിരാശയോ അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് നിങ്ങൾ പോകണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം. കാരണം നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ദ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആർദ്ര മോഹൻ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? നന്നായി. ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഫേസ് ആട്ടോ ആർദ്രയുടെ. ഭയങ്കര ക്യൂട്ടായിട്ട് ഫേസ് കാണുമ്പോ തന്നെ നമുക്കെല്ലാം മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഫേസ്. അതെ, മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് പറയാം. അതൊക്കെ സുഖമായിട്ട് പോകുന്നു. ഇപ്പം ആക്ടറാണ്, അല്ലെങ്കിൽ എന്താ അഡ്വർടൈസ് മോഡലാണ്, പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. എങ്ങനെ ഇതൊക്കെ മൂന്നും പോണു? പിന്നെ ചെറിയ ചെറിയ രീതിയിൽ ഇൻഫ്ലുവൻസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇല്ല, കാര്യമായിട്ടില്ല. ക്ലിനിക്കൽ സൈക്കോളജി ഇതാണ് എൻ്റെ മെയിൻ പ്രൊഫഷൻ. പണ്ടേ ചെയ്യുന്നതാണ്. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറാന്നുള്ളതിന്റെ ഭാഗമായിട്ട് സൈക്കോളജിയിലുള്ള കണ്ടന്റ് ക്രിയേഷൻ, റീൽസും കാര്യങ്ങളും ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പണ്ടേ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു, വളരെ റെയർ ആയിട്ട് ആളുകള് അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് പറയുമായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഇതിലേക്കൊന്നും ഇല്ല. ബട്ട് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ ചെയ്തോണ്ടിരിക്കും. അതെ. എങ്ങനെയാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കാം എന്നൊരു തീരുമാനം എടുത്തത്? ഏത് സ്റ്റേജിലായിരുന്നു അല്ലെങ്കിൽ ഏത് ഏജിലായിരുന്നു? സൈക്കോളജി പഠിക്കാമെന്നുള്ള +2 കഴിഞ്ഞ സമയത്ത് തന്നെ ഡിസൈഡ് ചെയ്തതാണ്. സൈക്കോളജി എന്നുള്ളതിനേക്കാൾ ഉപരി സോഷ്യൽ സ്പെക്ട്രത്തിൽ വരുന്ന ഒരു സോഷ്യൽ സർവീസ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന സോഷ്യൽ വർക്കറായിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആയിട്ടോ ഹ്യൂമാനിറ്റീസ് ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കണം എന്നുള്ളതും സിവിൽ സർവീസിന് പോകണം എന്നുള്ളതും അതിന്റെ കോച്ചിങ്ങിന് ഒരു ഫ്യൂ ഇയേഴ്സ് അതിനായിട്ട് പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഡിഗ്രി ടൈമിൽ. പക്ഷേ സൈക്കോളജി പഠിക്കാൻ പല റീസൺസ് ഉണ്ട്. കുഞ്ഞിലേ കുറച്ച് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ഇമ്പൾസീവ് ആയിരുന്നു, അഗ്രസീവ് ആയിരുന്നു. നമ്മൾ ഈ വഴക്കൊക്കെ എവിടെ പോയാലും വഴക്ക് എന്നൊക്കെ പറയില്ലേ, ഫേസ് കണ്ട പറയേയില്ലല്ലോ. ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു. ഒരു 9th-ലോ 10th-ലോ ഒക്കെ പഠിക്കണ ആ ഒരു പ്രായത്തില്. അപ്പം എനിക്ക് തന്നെ പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറി, അധികം വീട്ടിലൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. അപ്പൊ അതൊന്നും നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തന്നെ തോന്നില്ല അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ശരിയല്ലല്ലോ, എനിക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണോ അതോ ഇനി എന്റെ കുഴപ്പമാണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കുട്ടിയായിരിക്കുകയാണെങ്കിലും നമുക്ക് ഉള്ളിൽ തോന്നുമായിരുന്നു. പക്ഷെ ഇതൊന്നും ഷെയർ ചെയ്യാനൊരു സ്പേസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഈ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്സസും പ്രോഗ്രാംസും ഒക്കെ നടക്കുമ്പോഴൊക്കെ പോയി അറ്റൻഡ് ചെയ്യുമ്പം പല ബുക്സും ബുക്ക്ലെറ്റ്സും ഒക്കെ വായിക്കുമ്പം സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡാണ് ഹ്യൂമൻ മൈൻഡ്സിനെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫീൽഡ് എന്നുള്ളതും, CS പോകുന്ന സമയത്ത്
ഒരു ഡിഗ്രി വേണമെന്നുള്ളതുകൊണ്ടും ബയോളജിയുടെ ഒരു ബാക്കപ്പ് ഉള്ളതുകൊണ്ടും സൈക്കോളജിയിലേക്ക് കയറി. ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ PG ഇല്ലാതെ സൈക്കോളജിയിൽ പ്രാക്ടീസ് ചെയ്യാനേ പറ്റില്ലല്ലോ. അപ്പോൾ PGക്കും പോയി. അപ്പോൾ PG ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിനിക്കൽ ഇന്റേൺഷിപ്സ് ഉണ്ട്. ഉളമ്പാറയിലും എറണാകുളം GH-ലും ഒക്കെ നമ്മൾ വന്ന് ഇന്റേൺഷിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൺഫ്യൂഷനായി, അതിന് പോണോ ഇതിന് പോണോ, ഇത് ഇഷ്ടമായല്ലോ. അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് പെർമിഷനൊക്കെ മേടിച്ചിട്ട് സാധാരണ നമ്മൾ കോഴ്സ് വർക്കിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതിൽ കൂടുതൽ ടൈം നമ്മൾ ഇന്റേൺഷിപ്പിനൊക്കെ ഞാൻ ട്രൈ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കി. കാരണം ഒരു ലൈഫിലെ മേജർ ഡിസിഷൻ എടുക്കുകയല്ലേ. ഞാനൊരു 6th 7th ഒക്കെ തൊട്ട് CS ആഗ്രഹിച്ചിരുന്നു. ഫാമിലിയിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മേജർ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ആലോചിച്ചിട്ട് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ക്ലിനിക്കൽ പ്രാക്ടീസൊക്കെ നമ്മൾ ഇന്റേൺഷിപ്പായിട്ട് ചെയ്തപ്പം എനിക്ക് തോന്നി ഞാൻ വർക്ക് ചെയ്യേണ്ട ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, ഇന്ററാക്ട് ചെയ്യേണ്ടത് തോന്നി. പിന്നെയാണ് എന്താണെന്നാ ഇനി PG കഴിഞ്ഞിട്ട് സൈക്കോളജിയിൽ എന്താണ് എന്ന് നോക്കുമ്പോഴാണെന്ന് MPhil റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള കോഴ്സാണ്. അപ്പം അങ്ങനെ നമ്മൾ ലൈസൻസ് എടുക്കാനുള്ള കോഴ്സ് ചെയ്തു. പിന്നെ അങ്ങോട്ട് പ്രാക്ടീസ്. ഇപ്പൊ 6th 7th തൊട്ട് എന്താ സിവിൽ സർവീസ് ഫോക്കസ്ഡ്. അപ്പൊ ഭയങ്കര സ്റ്റുഡിയസ് ആണോ, ഭയങ്കര പഠിപ്പിസ്റ്റ് ആയിരുന്നോ? പഠിപ്പിസ്റ്റ് അമ്മ ടീച്ചറാണ്, അച്ഛൻ ലോയറാണ്. അച്ഛനൊക്കെ നന്നായിട്ട് വായിക്കും. ഒരു പൊളിറ്റിക്കൽ സൈഡൊക്കെ ഉണ്ട്, അച്ഛൻ പൊളിറ്റീഷ്യൻ കൂടി ആണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്, മനസ്സിലായോ. വെക്കേഷനിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ ഒരു എന്താ പറയാ, അന്ന് TVനേക്കാൾ ഉപരി നമ്മൾ റീഡിങ്, അച്ഛനും വായിക്കും നമ്മളും വായിക്കും. വെക്കേഷൻസിലൊക്കെ ഇങ്ങനെ ബുക്ക് ഗിഫ്റ്റ് ചെയ്യുക, അതൊക്കെയാണ് അവരുടെ പരിപാടി. അമ്മയുടെ കൂടെ സ്കൂളിൽ പോവാ, സ്കൂളിലെ ലൈബ്രറി എക്സ്പ്ലോർ ചെയ്യുക, അതൊക്കെയാണ് പരിപാടി. അപ്പൊ അങ്ങനെ പിന്നെ കുറേ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിയർ ഗൈഡൻസിന്റെ പ്രോഗ്രാംസ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇവർ ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ പാരന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാം ആകുമ്പോൾ ഞാനും അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറെ എക്സ്പോസ്ഡ് ആയിരുന്നു ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ. അപ്പോൾ കാണുന്ന കാര്യത്തിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ബിൽഡായി വരിക. അപ്പൊ അങ്ങനെ എക്സ്പോഷർ അതായതുകൊണ്ട് അതൊക്കെ ചെയ്യും. അല്ലാതെ ഭയങ്കര സ്റ്റുഡിയസ് പഠിക്കാനായിട്ടും അങ്ങനെ എന്താ പറയാ റാങ്ക് വാങ്ങിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എല്ലാ കാര്യങ്ങളും എന്ത് കണ്ടാലും എല്ലാറ്റിന്റെയും പിറകെ ഒന്ന് പോയി നോക്കും എന്നുള്ളൊരു സ്വഭാവമായിരുന്നു. കുഞ്ഞിലേ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ. പക്ഷെ കറക്റ്റ് ട്രാക്കിൽ തന്നെ അല്ലേ, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴാണല്ലോ നമുക്കും അതിൽ 100% കൊടുക്കാൻ പറ്റുക. അതൊക്കെ ആക്ച്വലി ഭാഗ്യത്തിന് അങ്ങനെ പറയാൻ പാടുണ്ടോന്ന് അറിയില്ല. പക്ഷെ സ്റ്റിൽ റൈറ്റ് ഡിസിഷൻസ് ആയി എന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ്. കറക്റ്റ് സമയത്ത് ആ പ്രായത്തിൽ എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റിയെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ അനിയൻ്റെ കാര്യത്തിലോ മറ്റു കുട്ടികൾ നമ്മൾ സെഷൻസിലൊക്കെ വരുന്ന സമയത്തൊക്കെ എല്ലാവരും നമ്മൾ വിചാരിക്കുന്നത് പോലെ കുഞ്ഞിലേ തൊട്ട് അങ്ങനത്തെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊന്നും ആവില്ല. അവർ ആ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് കിട്ടുന്ന ലിമിറ്റഡ് എക്സ്പോഷർ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ലൈഫിലെ മേജർ ഡിസിഷൻസ് അവർ എടുക്കേണ്ടി വരുന്നത്. എന്തോ നമ്മൾ ലക്കിയാണ് ആ സമയത്ത് നമുക്ക് അത്രയും എക്സ്പോഷർ കിട്ടിയത്. എനിക്ക് പെട്ടെന്ന് ഒരു തമിഴ് മൂവി ഉണ്ട്, ആ മൂവിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, മാരീഡ് ആണ്, ആൾ സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷെ ആൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആള് സൈക്കോളജിസ്റ്റ് ആണല്ലോ, ഞാൻ കുറെ പേരെ ട്രെയിൻ ചെയ്യണതാണ്. ഇപ്പൊ ഹസ്ബൻഡ് പൊസസീവ് ആക്കാൻ വേണ്ടി ഞാൻ ഇന്നൊരു എന്താ ഓഫീസിലത്തെ ഒരു ഗേളായിട്ട് പോവാണ്. ഓക്കെ കൂളായിട്ട് വിടുന്നു. പക്ഷെ പേപ്പറിൽ എഴുതി വെച്ച് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ എന്തിനാ പോയെ, ആ നോട്ട് ഇഷ്ടമായില്ല, അങ്ങനെ ഒരു ചാക്ക് മൊത്തം ആളിങ്ങനെ ലാസ്റ്റ് നിമിഷമാണ് ഹസ്ബൻഡ് കണ്ടുപിടിക്കുന്നത്. ഹസ്ബൻഡ് വിചാരിക്കുന്നത് എന്താ, പുള്ളിക്കാരത്തേക്ക് പ്രശ്നമില്ല, ഭയങ്കര കൂളാണ്, പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരുപാട് പേര് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ലാസ്റ്റ് എൻഡിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരത്തിയുടെ സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം പേപ്പറിൽ എഴുതി 3-4 ചാക്കാണ് ഹസ്ബൻഡ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സങ്കടം വരുമ്പോൾ, ഓ ഞാൻ സൈക്കോളജിസ്റ്റ് ആണല്ലോ, ഞാൻ കുറേ പേര് ഹീൽ ചെയ്യണം, അപ്പം എൻ്റെ സങ്കടമൊന്നും ആരെ അറിയിക്കരുത്, അങ്ങനെ പർട്ടിക്കുലർ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എനിക്ക് എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ പറയാൻ പറ്റൂ. എനിക്ക് വിഷമം വന്നാൽ ഞാൻ പറയും. അത് ഈ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ക്ലയൻസിന്റെ അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന സ്കിൽസ് സ്വയം കൂടി പ്രാക്ടീസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആർക്കും ആരുടെയും മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിക്ക് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടാവുന്നില്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്താൽ മാത്രമേ അപ്പുറത്തെ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അത്
ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചുറ്റും ഉണ്ടാവുക, ഉണ്ടാക്കിയെടുക്കുക, ഉള്ളവരെ അങ്ങനെ ആക്കി മാറ്റാൻ നമ്മൾ എഫേർട്ട് ഇടുക എന്നുള്ളത് ഒരു സൈഡിൽ. പക്ഷേ ഷെയർ ചെയ്യണം, ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ. എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയ ആളുകൾ എൻ്റെ ലൈഫിലുണ്ട്. ഓക്കെ. ആ രീതിയിലൊക്കെയാണ്. വിഷമം വന്നാൽ ഷെയർ ചെയ്യും, അല്ലാതെ അത് പ്രോബ്ലം ഹോൾഡ് ചെയ്ത് വെച്ച് 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 ആ ശീലമില്ല. അപ്പോൾ ഈവൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ പോലും അങ്ങനത്തെ ഫ്രണ്ട്സേ നമുക്ക് ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളിത് പറയാതിരുന്നു കഴിഞ്ഞാൽ ആ ബന്ധം നമുക്ക് പോവോ, ആ കണക്ഷൻ നമുക്ക് പോവോ എന്നുള്ളൊരു ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുഞ്ഞിലേ വന്നിട്ടുള്ളോ അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ എക്സ്പീരിയൻസസ് വെച്ചിട്ടോ നമ്മൾ എവിടെയോ ഒരു പാറ്റേൺ പഠിച്ചതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറിയ അവർ നമ്മളെ വിട്ടിട്ട് പോകും എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹാപ്പിലി ആയിരിക്കില്ല ആ റിലേഷനിലോ കണക്ഷനിലോ കോണ്ടാക്റ്റിലോ നിൽക്കുന്നത്. നമ്മൾ ഇന്റേണലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ അവസാനമായിരിക്കും പൊട്ടിത്തെറിക്കുന്നുണ്ടാവുക. സോ ഓൾവേസ് ബെറ്റർ നമ്മൾ ആ ട്രിഗർ വരുന്ന സമയത്ത് തന്നെ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സ്റ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവാതെ ആളുകൾക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനും നമ്മൾ പറ്റുന്ന സ്റ്റേറ്റിലാവും, അപ്പുറത്തെ ആൾ കേട്ടോണ്ടിരിക്കാനും പറ്റുന്നൊരു സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ. ഇപ്പം ഈ വൈദികരുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്വകാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ വൈദ്യരുടെ അടുത്ത് കുമ്പസാരത്തിലൂടെ ആയിരിക്കും പല തെറ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും എന്താ പറയുക മിക്കവരുടെ മനസ്സ് തുറക്കുന്നത്, പല ചെയ്ത തെറ്റുകളാകാം, ചെയ്ത കാര്യങ്ങളൊക്കെ തുറക്കുന്നത്, വിശ്വസിച്ച് പറയുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും. അപ്പോൾ പലരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അവരെ പക്ഷേ തെറ്റാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ എപ്പോഴെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടോ? എന്താന്ന് വെച്ചാ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതി, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പ്രാക്ടീസ് ക്ലിനിക്കലി ഇങ്ങനെ ചെയ്ത് 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 വരുമ്പം ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇയാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്, അങ്ങനെ ചെയ്യാൻ തോന്നിയത്, ഇയാൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യാൻ തോന്നിയത്. ഈവൻ ഞങ്ങളുടെ റിയൽ ലൈഫിലെ ഒരു എൻ്റെയൊക്കെ ഒരു മേജർ ക്രൈസിസ് എന്ന് പറയുന്നത്, ഒരാൾ നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ പോലും ആദ്യം ആലോചിച്ച് പോവുക, അയ്യോ ഇയാൾക്ക് ഇപ്പം എന്ത് ആയിരിക്കും ട്രിഗർ ആയിട്ടുണ്ടാവുക ഇപ്പം ഇങ്ങനെ പറയാൻ. അങ്ങനെ അയാൾക്ക് അതിൽ ട്രിഗർ ആവണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആവും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക, ആ ഒരു തോട്ട് ആദ്യം വരും. പിന്നെ തിരിച്ച് നമ്മളുടെ റിയാക്ഷൻ, സാധാരണ നമുക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തിരിച്ച് ദേഷ്യപ്പെടുന്ന ആ ഒരു റിയാക്ഷൻ നമുക്ക് ഇമ്മീഡിയറ്റ്ലി വരില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം അത് കുറച്ച് റിയാക്ഷൻ കുറവായി. നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം ഇരുന്ന് നമ്മളൊന്ന് പോസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്യൂൺഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ക്ലയൻസ് വന്നിട്ട് അവര് ചെയ്ത ഈ മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്നത് ചിലത് മിസ്റ്റേക്ക് തന്നെയാണ്. ഇപ്പൊ ഒരാളെ കൊന്നിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. ഒരാൾ അബ്യൂസ് ചെയ്തിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ്. പക്ഷെ അത് പറയാതിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. പക്ഷെ അത് എങ്ങനെ പറയണം, എപ്പോൾ പറയണം എന്നുള്ളത് നമ്മൾ തെറപ്പിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് അവർ ഓപ്പൺ ആയി റിസീവിങ് ആയി അത് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചിട്ടേ നമ്മൾ അതിനെപ്പറ്റിയുള്ള കോൺവെർസേഷൻസിലേക്കോ കാര്യങ്ങളിലേക്കോ റിഫ്ലക്ഷൻസിലേക്കോ ഒക്കെ പോവുള്ളൂ. ചിലപ്പോൾ അങ്ങനത്തെ ചില ക്ലയൻസ് അങ്ങനത്തെ ചില സെഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് തെറപ്പി കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചില കപ്പിൾ കേസസ് ആണെങ്കിലും ഫാമിലി തെറപ്പി കേസസ് ഒക്കെ ആണെങ്കിലും ഒക്കെ പറയേണ്ടി വരും. എല്ലാ സെഷൻസും നമുക്ക് എപ്പോഴും ഭയങ്കര സെഷൻ കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആൻഡ് റിലീവിങ് ആയിട്ട് പോകുന്ന ടൈപ്പ് ആവണമെന്ന് നിർബന്ധമില്ല. ചില സെഷൻസ് കഴിഞ്ഞിട്ട് സെൽഫായിട്ടൊരു റിഫ്ലക്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മളുടെ ചില കാര്യങ്ങളെയും പാറ്റേൺസിനെയൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയും ചിന്തിക്കുകയും റീവാലുവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചില സെഷൻസ് ആയി പോകും. ചിലർക്ക് അത് ചിലപ്പോൾ ആ സമയത്ത് അത് ഒരു ബുദ്ധിമുട്ടോ ക്രൈസിസോ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യാം. മേ ബി അവർ ഫ്യൂ ഡേയ്സോ ഫ്യൂ വീക്സോ ഒക്കെ എടുത്ത് ചിലപ്പോൾ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ടൊക്കെ ആവും ചിലപ്പോൾ വരാം. ചിലപ്പോൾ അവർ വരണമെന്നില്ല, ചിലപ്പോൾ അവർ ഇയാൾക്ക് എന്നെ മനസ്സിലായില്ല, ഈ തെറപ്പിസ്റ്റിന് എന്നെ മനസ്സിലായില്ല പറഞ്ഞ് വേറെ ആളുടെ അടുത്ത് പോവാം. ആൻഡ് അവിടെയും ചെന്ന് ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും എഗെയിൻ ഇങ്ങനത്തെ ഫീൽ വരുമ്പോഴത്തേക്കും
മാറാം. ഇതൊക്കെ മാറാം. ചില ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉള്ളവര്, ചില ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസസ് ഉള്ളവരാണ്. എല്ലാ ആളുകളും അങ്ങനെയല്ല. ഓക്കെ. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഈ ഡിപ്രഷൻന്ന് ഇപ്പൊ ഭയങ്കര കോമൺ ആണ് ആ വേർഡ്. പക്ഷേ പലർക്കും എന്താണ് ഡിപ്രഷൻ? ചിലവര് പുച്ഛത്തോടെ പറയുന്നുണ്ട്. ഒരു ജോലി ഇല്ലാത്തവർക്ക് ഇടയ്ക്ക് കുറച്ച് ട്രോൾസ് ഒക്കെ വന്നായിരുന്നു. ഒരു ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രം വരുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ. എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വരത്തില്ല. അപ്പൊ ആക്ച്വലി വേർഡ് കോമൺ ആണെങ്കിലും പലർക്കും അറിയില്ല എന്താണ് ഡിപ്രഷൻ. ഈ വേർഡ് എല്ലാവരും കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്താണ് ആക്ച്വലി ഡിപ്രഷൻ എന്താണ്? എന്താ അറിയോ, നമ്മള് സങ്കടപ്പെടുന്നതിനെയും നമ്മള് 2 ദിവസം ഇരുന്ന് കരയുന്നതിനെയും നമ്മള് പലപ്പോഴും ഞാൻ അന്ന് ഡിപ്രസ്ഡ് ആയിരുന്നു. ഉം, 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 ഉം. ഞാൻ ഒരു ഡിപ്രഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഉം, ഉം, ഉം. ഇങ്ങനെയൊക്കെ പലപ്പോഴും ലേബൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അതെ. അപ്പം ഡിപ്രഷൻ എന്ന് പറയുന്നതിൽ ചിലപ്പോൾ കരയുക എന്ന് പറയുന്നത്, ക്രൈങ് സ്പെൽസ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരൊറ്റ സിംറ്റമാണ്. ഉം, ക്രൈങ് സ്പെൽസ് ഉണ്ടാവും, ഉം. അതായത് അൺകൺട്രോളബിൾ ആണ്. ഓക്കെ. ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, പക്ഷെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് കരച്ചിലാണ്. ഉം, വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കരച്ചിൽ വരികയാണ്. ഉം, ഉം, ഉം. എന്തിനാ കരയണമെന്ന് പോലും എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കരച്ചിൽ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഉം, ഒരു കാര്യത്തിലും ശ്രദ്ധ കിട്ടുന്നില്ല, ഉം, മറന്നു പോവാണ് എന്നൊക്കെ തോന്നും. ഉം, ഒരു ഉം, കാര്യം പകുതിയാക്കി അവിടെ വെച്ചു, വേറൊരു കാര്യത്തിലേക്ക് പോയി, അതിൽ നിന്നിട്ടൊരു പ്രശ്നമായി. എപ്പോഴും അറ്റൻഷൻ ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ല, ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ ആളുകൾ വന്ന് ഉം, ഉം, പറയുമ്പോൾ അത് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം ഉണ്ടാവുന്നുണ്ടാവാം. ഓക്കെ. നീ അതുപോലെ ഉറങ്ങുന്നതിൽ ബുദ്ധിമുട്ടുകൾ വരാം, ഉം, ഉറക്കം കൂടാം, ചില ആളുകൾക്ക് ഉം, ഉറക്കം കുറഞ്ഞു പോവാം, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺസ് ഉണ്ടാവാം. ഇനി ഫുഡ് കഴിക്കുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലർ ഓവറായിട്ട് കഴിക്കുന്നവരുണ്ടാവാം, ഉം, ചിലപ്പോൾ കഴിക്കുന്നത് കുറഞ്ഞു പോകുന്നവർ ഉണ്ടാവാം. ഇനി അതുപോലെ ഫിസിക്കൽ പെയിനുകളായിട്ടോ ഹെഡ് ഏക്സ് ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവാം. ഉം, ഇനി ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ മേജറായിട്ട് വർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ. എന്നെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഞാൻ ഉം, എല്ലാവർക്കും ഒരു ബാധ്യതയാണ്, ഞാൻ ഈ ലോകത്തിനേ ബാധ്യതയാണ്, ഉം, ഞാൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോണില്ല, പിന്നെ ഞാൻ എന്തിനാ ഇരിക്കണേന്നുള്ള രൂപത്തിൽ ഫീൽ ചെയ്യുക. ഹെൽപ്ലെസ്നെസ് ആണ്, ആർക്കും മനസ്സിലാവില്ല, എനിക്ക് മാത്രമേ എൻ്റെ പ്രശ്നം മനസ്സിലാവുള്ളൂ, ഉം, ആരുടെ അടുത്തും പറഞ്ഞാലും കാര്യമില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പോൾ ഒരു ഹെൽപ്പ് എടുക്കാൻ പോലും നമുക്ക് തോന്നൂല. തോന്നില്ല. ഓക്കെ. ഈ പറയുന്ന എന്താ പറയുക, ഇതിൻ്റെ കൂടെയൊക്കെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് വരുമ്പം നമുക്ക് സൂയിസൈഡൽ തോട്ട്സോ ഉം, ലൈഫേ വേണ്ട ഈ പെയിനിൽ നിന്ന് മാറാൻ ഉം, അതാണ് ഈസിയർ വേ എന്നൊക്കെ തോന്നുന്ന രീതിയിലോ, അല്ലെങ്കിൽ ചിലപ്പം സൂയിസൈഡൽ വിഷസ് ഉണ്ടാവും, മരിച്ചു പോയാൽ മതിയായിരുന്നു ഉം, 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 എന്നുള്ള രൂപത്തിലുള്ള തോട്ട്സ് വരാം. ഉം, ഹോപ്പ്ലെസ്നെസ് ആണ് മെയിൻലി ഉം, ഇതിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും. ഉം, ഹോപ്പ് ഇല്ല, ഉം, ഉം, ഉം. ഒന്നും നടക്കാൻ പോണില്ല പോസിറ്റീവായിട്ട് ലൈഫിൽ. അതായത് എന്ത് ചിന്തിച്ചു കഴിഞ്ഞാലും അതിലെ നെഗറ്റീവ് മാത്രം ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള രൂപത്തിൽ ഒരാളുടെ മൈൻഡ് ട്യൂൺഡായ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, മനസ്സിലായി. മനസ്സിലായോ? ഉം, അതായത് ഉം, ചെറിയൊരു കാര്യം നടന്നു കഴിഞ്ഞാലും നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരു കാര്യത്തിൽ പോലും അവർ നെഗറ്റീവായിട്ടൊരു മീനിങ് കണ്ടെത്താൻ അവരുടെ ബ്രെയിൻ അങ്ങനെയായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പം ജീവിക്കുക എന്ന് പറയുന്ന അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. ആരടുത്തും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അവരുടെ സ്റ്റേറ്റ് ആർക്കും മനസ്സിലാവണമെന്നില്ല. പിന്നെ എല്ലാവരും പൊതുവേ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് ചോദിക്കാനുള്ള ടെൻഡൻസീസ് ഉണ്ടാവും. ഉം, ഉം, ബോഡി ഫിഗറിൽ പല വ്യത്യാസങ്ങൾ വരാം. പിന്നെ കംപ്ലൈൻറ്റ്സ് പലരും ഇതിനെപ്പറ്റി ചെയ്യുന്നില്ല, അതാക്കുന്നില്ല ഇതാക്കുന്നില്ല, ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറ്റപ്പെടുത്തലുകളും പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഉം, നടക്കുന്നുണ്ടാവാം. ഉം, ഞാൻ പറയുന്ന എല്ലാം സിംറ്റംസ് മാത്രമല്ല, ഇവരുടെ ഒരു symptoms. അവസ്ഥേനെ പറ്റിയും കൂടിയാണ് ഞാൻ പറയണേ. ഉം, ഈ പറയുന്ന അവസ്ഥകളെ, ഈ പറയുന്ന സിംറ്റംസും എല്ലാം ഒരു 2 വീക്സിൽ കൂടുതലൊക്കെ ഉം. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിലാണ് നമുക്കൊരു ഡിപ്രഷനായിട്ടൊക്കെ ഡയഗ്നോസിസ് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ ഓക്കെ. 2 ദിവസം ഉം, അങ്ങനെയായി, ഉം, 3-ാമത്തെ ദിവസം കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി, ഉം, ഉം, ഒരാഴ്ച അങ്ങനെയൊക്കെ പോയി, പിന്നെ ഒരു ദിവസം വഴക്കുണ്ടാക്കിയപ്പോൾ കരച്ചിൽ വന്നു. ഉം, ഉം, അതല്ല, ഉം, 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 മനസ്സിലായോ? നമ്മൾ ഉം, ചിലപ്പോൾ മാസ്ക്ഡ് ഡിപ്രഷൻ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ഇവർ സോഷ്യൽ സെറ്റിങ്സിലേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമില്ല. ഉം, ഉം. പക്ഷെ ഇവർ ഇവരുടേതായിട്ടുള്ള സ്പേസിലേക്ക് സ്പേസിലേക്ക്. വരുമ്പോൾ ഈ പറയുന്ന എല്ലാ ഫീലിങ്സും അവരുടെ ഉള്ളിൽ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഉം, ഉം, ഉം. അപ്പം ഡിപ്രഷൻ പല ടൈപ്സും ഉണ്ട്. ഓക്കെ, ഓക്കെ. അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ട്, അവർ ഭയങ്കര ദേഷ്യമായിട്ടായിരിക്കും ഇരിക്കുക. ഓ, ഓക്കെ.
എന്ത് പറഞ്ഞാലും ഇറിറ്റേറ്റഡ് ആവുക. അതായത് ഒരു കരച്ചിലൊന്നും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ എല്ലാറ്റിനും ഇറിറ്റേറ്റഡ് ആവുക, എല്ലാറ്റിനും നെഗറ്റീവ് പറയുക. ആരെന്ത് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കത് പറ്റണമെന്നില്ല. പല രീതിയിലാണ് കേട്ടോ. ഇതൊക്കെ ജനറലായിട്ട് ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ബെറ്റർ നമ്മൾ ആ ടേമിനെ അത്ര എല്ലായിടത്തും ഉപയോഗിക്കാതെ, എല്ലാ സാഹചര്യത്തിനും അങ്ങനെ ലേബിൾ ചെയ്യാതെ, അതങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയ്ക്കൊരു എന്താ പറയാ, അതിന്റെ ഒരു വാല്യൂ ഇല്ല. അതിനൊരു അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അത് അതിൽ കൂടെ പാസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ചില ആളുകൾ മുന്നേ പേഴ്സണൽ ലൈഫിലുള്ള ആളുകളാണ് ചോദിച്ചിട്ടുണ്ട്, ഒരാൾക്ക് ലൈഫ് വേണ്ടാന്ന് വെക്കുക, സൂസൈഡ് ചെയ്യാനൊക്കെ എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റണത്? മനസ്സിലായോ? ലൈഫ് വേറെ ആൾക്കാരില്ലേ അവരുടെ ലൈഫില്? ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരാൻ ആൾക്കാരില്ലേ? കഴിക്കാൻ പറ്റണില്ലേ? ഉറങ്ങാൻ പറ്റണില്ലേ? സ്ഥലമില്ലേ? വീടില്ലേ? കയറി കിടക്കാൻ സ്ഥലമില്ലേ എന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഒരാൾ സൂയിസൈഡൽ തോട്ട്സിൽ പോവുകയാണെങ്കിൽ അത് വീക്കായിട്ടുള്ള ആളുകളുടെ ടെൻഡൻസിയാണ്, എസ്കേപ്പ് ചെയ്യാൻ നോക്കുകയാണെന്നൊക്കെ ലേബിൾ ചെയ്യുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ ലൈഫിൽ ഒരു ക്രൈസിസ് വരുന്ന സ്റ്റേജിൽ അങ്ങനത്തെ തോട്ട്സിലേക്ക് പോയപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന റിയലൈസ്ഡ് ആയിട്ട് വന്ന് സംസാരിച്ചിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഐ മീൻ നമ്മളടുത്ത് നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നോണ്ട് നമുക്ക് പരിചയമുള്ള ആളുകൾ അങ്ങനെ വന്ന് സംസാരിക്കുന്നതാണ്. അപ്പൊ അത് അതിലൂടെ പോകുമ്പോഴായിരിക്കും പലപ്പോഴും മനസ്സിലാവുക. അപ്പോൾ നമ്മൾ എല്ലാവരുടെ അടുത്തും ഒന്ന് എംപത്തറ്റിക് ആയിട്ടിരിക്കുക. നമുക്കറിയാത്തത് അറിയില്ല എന്നുള്ള സ്റ്റേറ്റിൽ ഓപ്പൺ ആയിട്ട് കേൾക്കാൻ റെഡി ആവാൻ നോക്കുക. ഓക്കെ. ഇപ്പം മെയിൻലി ഡിപ്രഷൻ കോസ് ചെയ്യുന്നത് ഇപ്പം ഇപ്പം ഒരു പേഴ്സണ് വരുന്ന മറ്റുള്ളവരുടെ പ്രവൃത്തികൾ മൂലമാണോ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ? ഇപ്പം എനിക്ക് വന്നു, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഐ ആം ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. അപ്പം അത് എൻ്റെ തോട്ട് പ്രോസസ്സിങ് കാരണം അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ഞാൻ പോകണതാണോ, അതോ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ, ബിഹേവിയർ കൊണ്ടാണോ ഒരാൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നത്? ഈ പറയുന്ന എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ഇന്നൊരു രീതി കൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾ ലൈഫിൽ മരിച്ചുപോയി, എനിക്ക് വിഷമം വന്ന് ഞാൻ ഡിപ്രഷനിലേക്ക് പോവാം, എനിക്കതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ലോസ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ് നടന്നിട്ട് എനിക്കത് എടുക്കാൻ പറ്റണില്ല. മനസ്സിലായി, എൻ്റെ പ്ലാന്, എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ എഫേർട്ട്, പല സാധനം മനസ്സിലായോ? നേരെ മറിച്ച് എൻ്റെ കൂടെയുള്ള പാരൻസോ പാർട്ട്നേഴ്സോ ഫ്രണ്ട്സോ ഓക്കെ, എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഇൻക്ലൂഡ് ചെയ്യണില്ല, എന്തോ ഡിഫറൻസസ് കാണിക്കുകയാണ്, കളിയാക്കുന്നത് കൂടുകയാണ്, ബുള്ളി ചെയ്യാണ്, എനിക്ക് ബുദ്ധിമുട്ട് വരാം അല്ലേ? എന്നെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ എനിക്കൊരു ക്രൈസിസ് വരുമ്പോൾ ലിസൺ ചെയ്യണില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നെ അക്യൂസ് ചെയ്യാൻ വിചാരിക്കും. അല്ലേ? സോ സാഹചര്യങ്ങൾ പലതും പലതാണ്. അപ്പോൾ ബേസിക്കലി ഇത് പല രീതിയിലുള്ള സ്ട്രെസ്സേഴ്സ് ആണ്. അപ്പോൾ ആ സ്ട്രെസ്സേഴ്സ് ചിലരിൽ ഡിപ്രഷൻ ഉണ്ടാക്കാം, ചിലരിൽ ആങ്ഷ്യസ് സ്റ്റേറ്റ്സ് ഉണ്ടാക്കാം. പക്ഷെ ഇങ്ങനത്തെ സ്ട്രെസ്സസിലൂടെ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ചിന്തിക്കുന്ന പാറ്റേൺസിൽ വ്യത്യാസം വരാം. മുന്നത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ചില മീനിങ്സ് ഉണ്ടാക്കി എടുക്കാൻ നോക്കും. എന്നെ ഇവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, എൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയണമെന്ന് എനിക്ക് തോന്നണമെന്നില്ല. കാരണം മുന്നത്തെ എക്സ്പീരിയൻസിൽ അങ്ങനെ അല്ലാത്ത രീതിയിൽ എന്നെ ഫീൽ ചെയ്യിച്ചിട്ടുള്ള ആൾക്കാരാവാം. പക്ഷെ അത് അവർ ഇന്റൻഷനലി ചെയ്തതാവണം നിർബന്ധമില്ല. മനസ്സിലായി. ഏത് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഏത് ഏജ് കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ ഇപ്പൊ പോകുന്നത്, അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ വരുന്നത്? കൺസൾട്ട് ചെയ്യാൻ വരെ എന്തായാലും ജോലിയും സാലറി ഉള്ള ആൾക്കാരായിരിക്കില്ലേ? അല്ലാതെ പേരൻസ് ആയിട്ട് അങ്ങനെ വരുത്തിക്കാറില്ല. അതായത് പേരൻസ് കൊണ്ടുവരുന്ന കുട്ടികളും ഉണ്ടാവാം. പക്ഷെ കുട്ടികൾക്ക് പലപ്പോഴും ഈ ഡിപ്രഷന്റെ എക്സ്പ്രഷൻസ് പുറത്തേക്ക് അധികം കാണാൻ പറ്റണമെന്നില്ല. കുട്ടികൾക്കും ഉണ്ട് ഈ ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ, ഈ സ്കൂളിൽ പഠിക്കുന്ന 6th 5th സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ളവർക്ക്, ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഉണ്ടാവാം. പക്ഷെ അത് നമ്മൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന പോലെ പറഞ്ഞുതരാൻ അവർക്ക് അറിയില്ല. ഒരാൾക്ക് തൊട്ട് താഴെ ഒരു സിബ്ലിംഗ് ഉണ്ടായി വിചാരിക്കും. ഓക്കെ, അപ്പോൾ സിബ്ലിംഗ് ഉണ്ടാവുന്ന സമയത്ത് ഒബ്വിയസ്ലി പാരൻസ് ലൈഫ് ബിൽഡ് ചെയ്യുന്ന സ്റ്റേറ്റിലാവും, തിരക്കാവും, പല കാര്യങ്ങളുണ്ടാവും. പുറത്തൊക്കെ ആണെങ്കിൽ ചില കൺട്രീസിലൊന്നും ഹെൽപ്പേഴ്സിനെ കിട്ടുമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ മൂത്ത കൊച്ചിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കാം. എങ്ങനെ ഈ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്?
ഒറ്റയ്ക്ക് മാറ്റി കിടത്തിയിട്ടും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വെച്ചു കൊടുത്തിട്ടും, അതായത് ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് തീർന്നിട്ടില്ല. കുട്ടി ചൈൽഡാണ്, ബട്ട് ഫോഴ്സ്ഡ് ആണ് ഇൻഡിപെൻഡന്റ് ആവാൻ. ഓക്കെ, കുട്ടിക്ക് ഫീലിങ്സ് വരാം. എന്നെ വേറെ കുട്ടി വന്ന സമയത്താണ് മാറ്റി കിടത്തുന്നത്, ഞാൻ ഇമ്പോർട്ടന്റ് അല്ലേ, എന്നെ വേണ്ടേ, എനിക്ക് സമയമൊന്നും തരാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും ഇങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അവരുടെ പാരന്റ്സ് അവരങ്ങനെ എടുത്തോണ്ട് നടക്കുന്നുണ്ടാവാം. ഓരോ ആളുകളിലും വ്യത്യാസമല്ലേ. അപ്പൊ കുട്ടികൾ എന്തൊക്കെ ചിന്തിക്കുക, എന്തൊക്കെ രീതിയിൽ കമ്പയർ ചെയ്യും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ കുട്ടിക്ക് വിഷമില്ലേ, ഇത് പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ഫേസ് ചെയ്യല്ലേ. രാവിലെ ഇപ്പൊ സ്കൂളിൽ പോവാൻ നേരത്ത് ഫുഡ് കഴിക്കാതിരുന്ന് വാശി പിടിക്കാം അല്ലേ. അമ്മ തന്നാലേ കഴിക്കുള്ളൂ പറഞ്ഞ് വാശി പിടിക്കും. എന്തിനാ? എനിക്ക് അറ്റൻഷൻ വേണമെന്നാണ് കുട്ടി പറയണേ, സ്നേഹം വേണമെന്നാണ് പറയണേ. അല്ലാതെ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് കുട്ടി പറഞ്ഞോളണമെന്നില്ല. അപ്പം ടാൻട്രംസ് കാണിക്കുമ്പോൾ നമ്മൾ രണ്ടടി കൊടുക്കും, അല്ലെങ്കിൽ നീ കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട, വണ്ടി കയറി പൊക്കോന്ന് പറയും അല്ലേ. നമ്മള് കുട്ടി ഓക്കെ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തോളാം നിർബന്ധമില്ല. അപ്പൊ ഈ ഫേസിൽ അവരും പോകുന്നത് ഓക്കെ അല്ലാത്ത സ്റ്റേറ്റ് ആണ്. ഇതിനൊക്കെ നമ്മൾ ലേബിൾ ചെയ്യാൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞ് ലേബിൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി കുട്ടികൾക്കൊക്കെ ബെഡ് വെറ്റിങ്ങും നെയിൽ ബൈറ്റിങ്ങും ഒക്കെ ഹാബിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, കുഞ്ഞിലെ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനത്തെ ഹാബിറ്റ്സ് ഒക്കെ വരുമ്പോൾ അവരിലെ ആങ്സൈറ്റി ബുദ്ധിമുട്ടുകളോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ബിൽഡ് ആകുമ്പോഴാണ് പലപ്പോഴും അവർ റിഗ്രസ് ചെയ്യാന്ന് പറയും. പ്രായത്തിൽ താഴോട്ട് വരും പെരുമാറ്റങ്ങളിൽ. മനസ്സിലായോ? അപ്പോൾ പ്രായഭേദമില്ലാതെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും വരാം. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വരുമ്പോഴത്തേക്ക് നമ്മളിലേക്ക് അത് എത്തുള്ളൂ എന്നേ ഉള്ളൂ. ഓക്കെ. ഇപ്പം ഈ റിലേഷൻഷിപ്സിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഡിവോഴ്സസും മറ്റു കാര്യങ്ങളും എന്താ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നതെന്ന് പലരും ഇപ്പം നമ്മുടെ ഓൺലൈൻ മീഡിയയിൽ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ മീഡിയ ചാനൽ തുറക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സസ് ഇപ്പം നടക്കുന്ന കാലഘട്ടമാണ്. അപ്പം ആസ് എ സൈക്കോളജിസ്റ്റ് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ പണ്ടൊക്കെ വളരെ റെയറായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു ഡിവോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയാൻ പേടി അല്ലെങ്കിൽ പറയാൻ ഒരു ചമ്മൽ ഉള്ള ഒരു വാക്കായിരുന്നു ഡിവോഴ്സ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും നല്ല ഫ്രീഡത്തോടെയും അല്ലെങ്കിൽ കുറച്ച് ഹാപ്പിനെസ്സോടെയൊക്കെ പറയുന്ന ഒരു വേർഡാണ് ഡിവോഴ്സ് എന്ന്, കോമൺ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഡിവോഴ്സസ് ഈ ഒരു കാലഘട്ടത്തിൽ വരാൻ കാരണം? ആളുകളെല്ലാവരും മെയിൽ ഫീമെയിൽ ഡിഫറൻസസ് ഇല്ലാതെ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം ആവുന്നത്. പിന്നെ ഈ ഡിവോഴ്സ്ഡ് ആവുക എന്നുള്ളതിനെ പണ്ടത്തെ പോലെ ഭയങ്കര ഒരു എന്തോ നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് പലപ്പോഴും ഇല്ലാത്തൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ തമ്മിൽ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ വെറുതെ സഫർ ചെയ്യണ്ട, നമുക്ക് ഗുഡ് ടേംസിലിരിക്കാം, കോ പാരന്റിങ് ചെയ്യാം, ഇങ്ങനത്തെ രീതിയിൽ അതിനെ കുറച്ചുകൂടെ ഹെൽത്തിയർ ആയിട്ട് എടുക്കുന്ന ആളുകളും കൂടുതലായി വന്നിട്ടുണ്ട്. അത് ചെയ്യണം എന്നല്ല ഞാൻ പറയണേ. പക്ഷെ പണ്ടത്തെ പോലെ അടിച്ച് പിരിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസീവായിട്ടും നമ്മളെ എന്താ പറയാ ഇല്ലാത്തത് പറഞ്ഞ് നമ്മളെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കുന്ന അങ്ങനത്തെ ഗ്രഡ്ജസ് വെച്ചിട്ടുള്ള പെരുമാറ്റമൊന്നും എല്ലാ കേസസിലും ഇല്ല. ഡിവോഴ്സ് എപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്, പെയിൻഫുൾ ആണ്, അതൊരു ഹാപ്പി പ്രോസസ്സ് അല്ല എന്തായാലും. പക്ഷേ ഒരുമിച്ച് നിൽക്കുന്നത് മോർ പെയിൻഫുൾ ആണെന്ന് മനസ്സിലാക്കി ഈ ഒരു ഡിസിഷനിലേക്ക് എത്തുന്ന ഒരുപാട് ആളുകളുള്ളത് ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് കൊണ്ടും ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യേണ്ട ലൈഫ് ലോങ് അങ്ങനെ സഫർ ചെയ്യേണ്ട എന്നുള്ളൊരു ലേണിംഗ് ആളുകൾക്ക് വന്നിട്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിലെത്തിയ ഇങ്ങനെ കപ്പിൾസ് ഇപ്പം ആർദ്രയുടെ അടുത്ത് വരുവാണ് ഒരു ഒരു അപ്രൂവൽ, ഇപ്പം ലാസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിൽ എല്ലാവരും തിങ്ക് ചെയ്യുന്നതാണ് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണാം, പിരിയുന്നതിന് മുന്നേ പോയി കാണാം. അപ്പം അങ്ങനെ വരുന്ന കപ്പിൾസിനെ ചിലപ്പോൾ അവർക്ക് ഒന്നിക്കണം എന്ന് സംസാരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാകും. അപ്പം എങ്ങനെയാണ് ആസ് എ സൈക്കോളജിസ്റ്റ് അവിടെ വർക്കൗട്ട് ആവുന്നത്? അങ്ങനത്തെ ഒരുപാട് കേസ് വരാറുണ്ട്. ഈവൻ കപ്പിൾ തെറപ്പിയിലാണെങ്കിൽ നമ്മൾ നമ്മുടെ ആഗ്രഹവും അവരൊന്നിച്ച് പോവണം എന്നുള്ളതായിരിക്കുമല്ലോ. നമുക്ക് പൊതുവേ അതാണ്, നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആളുകളാണ്, അവർ വരുന്നു, അവരുടെ വിഷമം ഷെയർ ചെയ്യുന്നു. രണ്ടാളുടെയും വിഷമം കേൾക്കുമ്പോൾ അത് എന്താ പറയുക, ഒരാള് ശരി ഒരാൾ തെറ്റ് എന്നൊന്നും എപ്പോഴും ആവണം എന്നില്ല. അപ്പം ചില സമയത്ത് ചില ക്ലയൻസിന് ഇൻസൈറ്റ്സ് ഉണ്ടാവും, ഞാൻ ഇറിറ്റേറ്റ് ചെയ്യണോണ്ടാണ് അപ്പുറത്തെ ആൾ അഗ്രസീവ് ആവണേ, പക്ഷെ എനിക്ക് എൻ്റെ ഇറിറ്റേഷൻ ഒഴിവാക്കാൻ പറ്റണില്ല. മറ്റേ ആൾക്ക് ഇയാൾ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇറിറ്റേറ്റഡ് ആണ്,
എന്ന് മനസ്സിലാക്കിയിട്ട് അഗ്രഷൻ കുറയ്ക്കാനും പറ്റണില്ല. മനസ്സിലായോ? അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് രണ്ടുപേർക്കും അറിയാം റീസൺ എന്താന്ന്, അതെ. പക്ഷെ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മാറ്റാൻ പറ്റുന്നില്ല. ഒരുമിച്ച് നിൽക്കുമ്പോൾ മാറ്റാൻ പറ്റുന്നില്ല. രണ്ട് Okay. വീട്ടിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, ഉം. ഫോണിൽ കൂടെ മെസ്സേജ് അയക്കുമ്പോഴും വിളിക്കുമ്പോഴും കുഴപ്പമില്ല, ഉം. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. Okay. അപ്പോൾ പലപ്പോഴും ഇൻഡിവിജ്വൽ വർക്ക്സ് പലയിടത്തും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഉം. അവർ ഒന്നിച്ച് പോയാലും ഇല്ലെങ്കിലും ശരി, ഉം. അവരുടെ ചില മാലഡാപ്റ്റീവ് ആയിട്ടുള്ള കോപ്പിംഗ് സ്റ്റൈൽസ്, റിയാക്ട് ചെയ്യുന്ന രീതികൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികൾ, ഉം. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബേബി ഉണ്ടായി. ഉം. ഉം. ഓക്കെ, ബേബി ഉണ്ടായ ശേഷം റെസ്പോൺസിബിലിറ്റീസ് അച്ഛനും അമ്മയ്ക്കും വ്യത്യാസം വന്നു. ഉം. ഉം. അപ്പം അതിന് മുന്നേ വരെ അവരുടെ ഇടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. ഉം. ബേബി ഉണ്ടായ ശേഷം വൈഫിന് തോന്നുകയാണ് ആൾക്ക് പ്രയോറിറ്റി ബേബിയാണെന്ന്. ഉം. 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 അതുപോലെ ഹസ്ബൻഡിന് തോന്നുകയാണ് എനിക്ക് വേണ്ടി സമയമില്ല, എന്നെ സ്നേഹിക്കാൻ അവൾക്ക് സമയമില്ല തോന്നുകയാണ്. ഉം. രണ്ടാൾക്കും ആഗ്രഹം ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതും ഉം. ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഉം. പക്ഷേ ഈ ഇന്റേണലി ഉള്ള ഫീലിങ്സിന്റെ പുറത്ത് ഈ ഫ്രസ്ട്രേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഉം. പല രീതിയിലായി പോകും. ഉം. 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 നേരത്തെ വന്നില്ലല്ലോ, അങ്ങനെ ആക്കിയില്ലല്ലോ, ഇങ്ങനെ ആക്കിയില്ലല്ലോ. ഓഫീസിൽ നിന്ന് കറക്റ്റ് ഇറങ്ങിയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാലും എന്തത്ര ലേറ്റ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി റീസൺ നമ്മൾ അക്യൂസ് ചെയ്യുന്ന പോലെ, കംപ്ലൈന്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഉം. 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 അപ്പുറത്തുള്ള ആള് എന്തൊക്കെ രീതിയിൽ വർക്കൊക്കെ കഴിഞ്ഞും വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഇപ്പുറത്തെ ആള് കൊച്ചിനെ നോക്കാന്ന് പറയുന്നത് ഒറ്റയ്ക്ക് അത്ര ഈസിയർ ആയിട്ടുള്ള ടാസ്ക് അല്ല. ഉം. എസ്പെഷ്യലി പല രീതിയിലുള്ള സി സെക്ഷനും സർജറിയും അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഒറ്റയ്ക്ക് കുട്ടികളെ മാനേജ് ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ടാവാറുണ്ട്. ഉം. അപ്പോൾ ആ പെയിനും നമ്മളെപ്പോഴും ട്രിഗർ ചെയ്യുന്നൊരു കാര്യമാണ്. അതെ, അതെ. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ഇഷ്യൂസും മൂഡ് സ്വിങ്സും പല സാധനങ്ങളും ഉണ്ടാവും. ഉം. ഉറക്കം ഇതൊന്നും സ്റ്റെബിലൈസ് ചെയ്യാൻ ഉം. പറ്റണമെന്നില്ല. ഉം. അപ്പം ഇത്രയും കാലം ചെയ്യാത്ത ഹെൽപ്പ് എല്ലാം ഹസ്ബൻഡ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ടും ആള് ഓക്കെ അല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവും. ഓ, അപ്പം okay. ബേസിക്കലി ഇൻഡിവിജ്വൽസ് ആവണമെന്നില്ല പ്രശ്നം. ഉം. അവരുടെ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുക, അതിൽ വർക്ക് ചെയ്യാൻ നോക്കുക, അതിന് എത്രത്തോളം എനർജിയും ടൈമും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ വിഷയമാണ്. ഉം. ചില കേസസിൽ നമ്മൾ ഇതൊക്കെയാണ് പ്രശ്നം, പാറ്റേൺസും റിഫ്ലക്ഷൻസും ഒക്കെ ആയി, ഇനി ഇതിൽ വർക്ക് ചെയ്യണം. ഉം. ഉം. സമയമില്ല. Okay. സമയമില്ലെങ്കിൽ വർക്ക് ആവില്ല. അതെ, അതെ. കാര്യം മനസ്സിലാക്കിയാൽ മാത്രം പോരാ. പോരാ. അതെ, അതെ. നമുക്ക് റെപ്പിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ബിഹേവിയർ നമ്മുടെ ഭാഗമായി മാറുള്ളൂ. അതെ. ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുള്ളൂ. ഉം. ഉം. ബ്രെയിനിൽ റീവയറിങ് നടക്കുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സുകളും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഒക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പുതിയ പാറ്റേൺസ് ബിൽഡ് ചെയ്യലൊക്കെ റിപ്പറ്റേഷൻ വഴി മാത്രമേ പറ്റുള്ളൂ. Okay. ഒരു തവണ സെഷനിൽ വന്നിരുന്ന് കേട്ട് പഠിച്ചിട്ട് പോയി നാളെ തൊട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. പലപ്പോഴും എപ്പോഴാണ് റിക്കവറി വരിക, എപ്പോഴാണ് ചേഞ്ച് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ആൻസർ ഉള്ളത്. നിങ്ങൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണോ, എത്ര തവണ പ്രാക്ടീസ് ചെയ്യുന്നോ, അതിനനുസരിച്ചാണ് റിക്കവറിയുടെ ഫേസ്. ഓക്കെ, ഓക്കെ, മനസ്സിലായി. റിലേഷൻഷിപ്പിൽ അത് തന്നെയാണ്. ചില ടെക്നിക്സോ കാര്യങ്ങളോ പ്രാക്ടീസസോ ഒക്കെ നമ്മൾ കൊടുത്തു വിടുമ്പം സമയമില്ല അതിനൊന്നും. ഒരു തവണ ചെയ്തു, 2 തവണ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ്. അതിൽ എനർജി ഉണ്ടോ ഇടാൻ, ടൈം ഉണ്ടോ ഇടാൻ, ഇതൊക്കെ അതിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ആളുകൾ മാത്രമല്ല എപ്പോഴും നമ്മുടെ വില്ലന്മാരെ വരിക. ഈ സമയവും എഫേർട്ട് ഇടാനുള്ള എനർജിയും ഒക്കെയാണ് വില്ലന്മാരായിട്ട് വരാറുള്ളത്. ഇപ്പൊ ഒരു കപ്പിള് വന്നു, ഇപ്പം ആർദ്രയുടെ അടുത്ത് ഒരു കപ്പിൾ സൈക്കോളജി, ഒരാൾക്ക് താല്പര്യമുണ്ട് ബന്ധം മുന്നോട്ടേക്ക് പോകണം, വളരെ താല്പര്യമുണ്ട് എന്തോ, പക്ഷെ മറ്റാൾക്ക് തീരെ പറ്റുന്നില്ല. ഇനി എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാലും ആൾക്ക് തീരെ താല്പര്യമില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അവരോട് സംസാരിക്കുകയും കാര്യങ്ങൾ? അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആക്ച്വലി. പറ്റില്ല, എഫേർട്ട് ഇടില്ല, എനർജി അതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് തെറപ്പിസ്റ്റ് അല്ല, ആര് ചെന്ന് പറഞ്ഞിട്ടും എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അല്ലേ? ഇങ്ങനെയുള്ള കേസസ് ഉണ്ടാവുമ്പോൾ പലപ്പോഴും ചില ക്ലയൻസ്, ഈ 2 പേരിൽ ഒരാൾ പറയും, ഞാനിതിന് വരുന്നത് ആൾക്ക് അത്ര വിഷമില്ലാത്ത രീതിയിൽ ഇത് സെപ്പറേറ്റ് ആക്കി തരാൻ വേണ്ടിയിട്ടാണെന്ന് അവർ പറയും. അതുപോലെ നമ്മൾ സെഷൻസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. അവരെത്രത്തോളം ഇതിനകത്ത് എഫേർട്ട് ഇടാൻ, കമ്മിറ്റ്മെന്റ് ഇടാൻ വേണ്ടിയിട്ട് എത്രത്തോളം വില്ലിങ്നെസ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് റെഡിനെസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അത് രണ്ടാളുടെയും ചിലപ്പോൾ ഒരാൾ 60 ആയിരിക്കും, ഒരാൾ 80 ആവാം,
ഉം, ഉം. മനസ്സിലായി, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മൾ മറ്റേ ആളുടെയും കൂടി എഫേർട്ട് ഇടാൻ അറ്റ്ലീസ്റ്റ് 60 ഉണ്ടല്ലോ. അതെ. അത് കുറച്ചും കൂടി അതെ, കൂട്ടിയാ മതി. കൂട്ടാനുള്ള അതെ, അതെ. സാഹചര്യങ്ങളും കോൺവെർസേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിഫ്ലക്ഷൻസും ഒക്കെ നടത്തി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. പക്ഷേ ഓക്കെ. പലപ്പോഴും ഇൻ ബിറ്റ്വീൻ ഈ എനർജി ലെവൽസിലൊക്കെ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ഉം, 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 ഉം. നമ്മൾ വിചാരിച്ചതുപോലെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഉം. ഇതുപോലെയാണ് ഒരാൾ വില്ലിങ് അല്ലാന്നുണ്ടെങ്കിൽ അത് ഡിഫിക്കൽട്ട് തന്നെയാണ്. ഓക്കെ, ഓക്കെ. ഇപ്പം ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇപ്പം സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഫേസാണ്. അത് ആസ് എ സൈക്കോളജിസ്റ്റ് എത്രത്തോളം അതിനോട് യോജിക്കുന്നുണ്ട്? വഴക്ക് അത്രയും നല്ലതാണോ? എല്ലാവരും പറയുന്നതാണ് സന്തോഷമുള്ളിടത്തേ വഴക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ സ്നേഹമില്ല. സ്നേഹമുള്ളിടത്തേ വഴക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ സ്നേഹമില്ല എന്നൊക്കെയാണ് എന്താ പണ്ട് തൊട്ട് ഈ അമ്മച്ചിമാരും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചേക്കുന്നത്. സ്നേഹം ഉള്ളിടത്തേ വഴക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ആ, സ്നേഹമില്ലാത്തടത്തും വഴക്കുണ്ടാവും, വഴക്കുണ്ട്. അത് വേറെ. പിന്നെ വഴക്കുള്ളിടത്ത് സ്നേഹം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല. സ്റ്റേജ് ഇപ്പം അതെ. ചില ക്ലയൻസ് വന്നിട്ട് സെഷൻസിന്റെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഉം. ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മള് നമ്മളടുത്ത് ഫിസിക്കലി അബ്യൂസീവായിട്ട് പെരുമാറുന്ന ആള് വരെ ന്യായീകരിച്ച് സംസാരിക്കും. ഉം, ഉം, എന്നുവെച്ചാൽ ഒരു 2-3 അടിയൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ ലൈഫില്. ഉം. അത് കിട്ടിക്കഴിഞ്ഞാലും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഉം. അവർ ലൈഫ് ലോങ് പിന്നെയും പോണില്ലേ ഉം, ഉം. എന്നുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നോർമലൈസ് ചെയ്യാണ് ഫിസിക്കൽ അബ്യൂസ്. ഓക്കെ. അതവർക്ക് മനസ്സിലാവണില്ല. എല്ലാ വീട്ടിലും എല്ലാ ഫാമിലിയിലും ഫിസിക്കൽ അബ്യൂസോ വേറെ ഉം. രീതിയിലുള്ള അബ്യൂസസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതെ, അതെ. ഒപ്പീനിയൻ ഡിഫറൻസസ് ഉണ്ടാവാം, ഉം, ഉം, ഉം. വിഷമങ്ങൾ ഉണ്ടാവാം, ഉം, ഉം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവാം. ഉം, ഉം. പക്ഷെ അതൊരിക്കലും അബ്യൂസീവായിട്ടോ നമുക്കൊരു ത്രെട്ടായിട്ടോ മാറുന്ന രൂപത്തിൽ എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അതുപോലെ അടി കിട്ടിയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ലൈഫ് ലോങ് പോവാണെന്ന് വിചാരിക്കരുത്. അൺഹാപ്പി ആയിട്ട് ലൈഫ് ലോങ് പോകുന്ന ആളുകളും ഉം. ഇഷ്ടംപോലെ ഉണ്ട്. മെജോറിറ്റി ആളുകളും അങ്ങനത്തെ രൂപത്തിൽ തന്നെയാണ് പോവാ. അതെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ആവാനോ വേറെ ലൈഫിൽ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തവര് ആ ലൈഫിൽ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ, ഉം, ഉം, ഉം. അല്ലേ? അതെ, അതെ. തിരിച്ച് ഇപ്പൊ വീട്ടിൽ പറഞ്ഞില്ലേ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റാത്തവര് ആ ലൈഫ് ലോങ് പോയേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ വരുമ്പോഴത്തേനും ആർദ്ര കൊടുക്കുന്ന അഡ്വൈസ് എന്താണ്? അവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് അഡ്വൈസ് എന്നുള്ളൊരു പരിപാടിയെ നമ്മൾ സെഷൻസിൽ ചെയ്യാറില്ല. സെഷൻസ് ചെയ്യാൻ നമ്മൾ അവരെ കൊണ്ട് അവരുടെ ഇൻഡിപെൻഡന്റ് ആക്കും. കപ്പാസിറ്റി ബിൽഡ് ചെയ്തെടുക്കുക, അത് ഓക്കെ. എക്സ്പ്ലോർ ചെയ്യുക, അതിനുള്ള കറേജ് ഉണ്ടാക്കുക, ഓക്കെ. അതിനുള്ള പല രീതിയിലുള്ള മെന്റൽ കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യുക. അവരെ കൊണ്ടേ ഡിസിഷൻസ് എടുപ്പിക്കുള്ളൂ. അല്ലാതെ ഓക്കെ. ഞാനൊരാളുടെ ലൈഫിൽ ഇത് അഡ്വൈ ചെയ്തോളൂ കേട്ടോ, ഇതായിരിക്കും ബെറ്റർ പറയില്ല. പറയത്തില്ല. അങ്ങനെ പറയുന്നത് ഒരിക്കലും ഒരു തെറപ്പിസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് ഒരു ഡിപ്പെൻഡൻസിയാണ് നമ്മളിൽ വരുന്നത്. ഓ, പ്രശ്നം വരുമ്പോൾ വന്നാൽ ഇയാളൊരു വഴി വഴി പറഞ്ഞുതരും. പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ. അപ്പം അവരെ കൊണ്ട് ഡിസിഷൻ എടുക്കാനുള്ള സ്കില്ല് ഉണ്ടാക്കി കൊടുക്കുകയാണ് മെന്റലി നമ്മളുടെ അവരെ പണി. കേപ്പബിൾ ആക്കുക എന്നാണ് അല്ലേ? ഓക്കെ, അപ്പം ഓക്കെ. ഈ പറയുന്ന കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കഴിവില്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല. എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനോ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കും. ചില കേസസിൽ ഇമോഷണൽ കാര്യങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ഏരിയാസിലും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫുള്ളി എന്താ പറയുക, സിറ്റുവേഷൻ മാറ്റി മറിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഡാമേജ് ഉണ്ടാവുന്നത് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതെങ്കിലും ഒരു റിലീഫായിരിക്കും പല കേസസിലും. ചിലടത്ത് അസേർട്ടീവായിട്ട് സംസാരിക്കുക, ചിലടത്ത് നോ പറയാൻ പഠിക്കുക, ചിലടത്ത് എങ്ങനത്തെ റിയാക്ഷൻസ് കൊടുക്കണം, ചിലടത്ത് എവിടെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഇതൊക്കെ ഓരോ ബൗണ്ടറീസ് ആണ്. ഇതൊക്കെ പഠിച്ചാൽ കുറേ കാര്യങ്ങളിൽ അവർക്കും ലൈഫിൽ വ്യത്യാസം വരും. ഈ ചില കപ്പിൾസ് പാർട്ട്നേഴ്സ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് അവർ ഫൈറ്റ് കൂടുമ്പോഴത്തേനും വെറുതെ അവളെ കൊള്ളിപ്പിക്കാൻ വേണ്ടി, ഒന്നുമില്ല, അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തിടുന്നു. പക്ഷെ അത് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കൊണ്ടിട്ടും ഉണ്ടാവും. അത് അതിൻ്റെ ലാസ്റ്റ് സോൾവ് ആയി കഴിയുമ്പോൾ ഞാൻ വെറുതെ കൊള്ളിപ്പിക്കാൻ വേണ്ടിയാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് അറിയാം. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിൽ തന്നെ അങ്ങനെ ഒരു കപ്പിൾ ഉണ്ട്. അപ്പം അങ്ങനത്തെ കപ്പിൾസ് വരുമ്പോൾ എങ്ങനെയാണ്? പറയുന്ന ആൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇരുന്ന് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ വേദനിപ്പിക്കാൻ നമ്മൾ ചിന്തിക്കുമോ? എന്തിനാണ് കൊള്ളിപ്പിക്കേണ്ട ആവശ്യം? എന്നാ കൊള്ളിപ്പിക്കുന്നതിന് പകരം ഹാപ്പി ആക്കി ഇരുത്താൻ ആലോചിച്ചാൽ പോരെ, അല്ലേ? കോംപ്ലിമെന്റ് ചെയ്യോ, ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തു കൊടുക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റി ചോദിക്കുകയോ പറയുകയോ ചെയ്തൂടെ? ഈ കൊള്ളിക്കുന്നതിലൂടെ എന്ത് ഹാപ്പിനെസ്സാ ഉണ്ടാവുന്നത്? ആർക്കാ ഉണ്ടാവുന്നേ? ഒരുമിച്ച് ജീവിക്കാനുള്ള ആൾക്കാരല്ലേ. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങ് പോവും, അല്ലേ?
അപ്പൊ കൊള്ളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പറയുന്ന ആള് ആലോചിക്കേണ്ട കാര്യമാണ്. അതൊരിക്കലും നമുക്കൊരു ചിലപ്പോൾ മറ്റെല്ലാവർക്കും തമാശയായിട്ട് അവർ ചിരിച്ചു വിടുമായിരിക്കും. പക്ഷെ നമ്മളുടെ കൂടെ ജീവിക്കേണ്ട ആളെ ഹേർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു ചിരി നമ്മുടെ ഒരു കമന്റിന് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഫീൽ ഇല്ലേ, ആ ഒരു അറ്റൻഷൻ ഇല്ലേ, അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. അതെ അതെ. ഈ ചില കപ്പിൾസിന്റെ ഭാഗത്തിന് ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഈ കൂട്ടത്തിലിരുന്ന് കളിയാക്കുന്നത് എനിക്ക് ചിലപ്പോൾ ഹേർട്ടാവും. കപ്പിളായി അല്ല ഇൻഡിവിജ്വൽ ആയിക്കൊണ്ട് അയ്യോ എന്നാലും എന്താ ചിലപ്പോൾ തമാശയൊക്കെ ആയിരിക്കും, പക്ഷെ ചില വാക്കുകൾ നമുക്ക് ഹേർട്ടാവും. അത് നമ്മൾ പെൺകുട്ടികൾ ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വെച്ചിട്ട് അന്ന് ഇത് പറഞ്ഞില്ല അങ്ങനെ ആലോചിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവര് പാർട്ട്ണർ പറയുന്നതിന്റെ കാര്യം പാർട്ട്ണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ നമ്മളിങ്ങനെ ഫീൽ ആവില്ലേ ചിലവരിങ്ങനെ കൂട്ടത്തിൽ നിൽക്കുമ്പോ തന്നെ അവർ തമാശ മാറ്റി നിർത്തി പറയുന്നത് പറയണം, ഇനി റിപ്പീറ്റ് ചെയ്യരുത്, എനിക്കത് വിഷമമുണ്ടെന്ന് പറയണം. പക്ഷെ അങ്ങനെ പറയാൻ ധൈര്യം ഇല്ലെങ്കിൽ എന്ത് ഇപ്പൊ വേറൊരു പാർട്ട്ണർ അല്ല ഇപ്പൊ അത് വേറെ ധൈര്യം ഇല്ലെങ്കിൽ നമ്മളത് പഠിക്കണം. അതാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ട സ്കില്ല് ആണ്. നമ്മൾ എന്തിനാ ഹേർട്ട് ആവാൻ പിന്നെയും പിന്നെയും നമ്മളെ ഇട്ട് കൊടുക്കുന്നേ? ഇപ്പൊ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആളെന്ത് വിചാരിക്കൂ, ആൾ ഇനി നെഗറ്റീവ് വിചാരിക്കൂ, പിന്നെ ഇനി എന്നെ കാണുമ്പോൾ മിണ്ടില്ലേ, ഞാൻ അങ്ങനെയൊക്കെ ഞാൻ മറ്റുള്ളവരുടെ സൈഡ് ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതെന്റെ ഒരു നെഗറ്റീവ് ആണെന്ന് പലപ്പോഴും അറിയാം, പക്ഷെ എന്നാലും എന്നിട്ട് നമ്മൾ നമ്മളെയല്ലേ ഹേർട്ട് ചെയ്യണേ ശരി. അല്ലേ? അവരെ ഹാപ്പി ആക്കി ഇരുത്തിക്കൊണ്ട് നമ്മൾ ഹേർട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്മുടെ ബോഡീനെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നേരെ മറിച്ച് അവരെ ഹേർട്ട് ചെയ്തോണ്ട് ഇത് പറയണമെന്നില്ലല്ലോ അല്ലേ? എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോ വിഷമായി, ആൾക്കാരിയ്ക്കുമ്പോ അങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ അല്ലേ? എനിക്ക് തമാശയായിട്ട് ഫീൽ ആവണില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് സർക്കിളിൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഹേർട്ട് ആവണം എന്ന് നിർബന്ധമില്ലേ? ചിലപ്പോൾ അതിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് പ്രശ്നമാവും. അതിപ്പുറത്തെ ആൾക്ക് അറിഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ നമ്മളിത് പറഞ്ഞാൽ അവർ നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കും, അല്ലാതെ നമ്മളെടുത്ത് മിണ്ടാതെ പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മിണ്ടാതെ പോകുന്നവരാണെങ്കിൽ അത് അവരുടെ എന്തോ പ്രശ്നമാണ്, നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ലൈഫിൽ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നമ്മൾ അങ്ങനെ എഫേർട്ട് ഇട്ട് നമ്മളെ പെയിനിലൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുമെങ്കിൽ അത് പറയാതിരുന്നാൽ നമ്മൾ നമ്മളോട് ചെയ്യണ ദ്രോഹമാണ്. അതെ. ഇപ്പോൾ 8 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് ഒക്കെ ലോങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവിങ് റിലേഷൻഷിപ്പിന് ശേഷം മാരേജ് ആയിട്ട് ഒരു 1 ഇയറിനുള്ളിൽ പ്രശ്നങ്ങൾ ഡിവോഴ്സ് ആകുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട്. അപ്പം അത്രയും ഒരു 10 ഇയേഴ്സ് അവർക്ക് അറിയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോണിലൂടെ ആയാലും അവർ ഡെയിലി വിളിക്കുന്നവരായിരിക്കും, നേരിട്ട് കാണുന്നവരുണ്ടാവും. അപ്പം 10 ഇയേഴ്സ് അറിയാൻ പറ്റാത്ത ഒരാളെയാണോ വിവാഹശേഷം നമുക്ക് അറിയാൻ പറ്റുന്നത്? മാരേജ് കഴിഞ്ഞിട്ടുള്ള ലൈഫിലേക്ക് വരുമ്പോൾ ഒരുമിച്ച് സ്റ്റേ ചെയ്യുക എന്ന് പറയണതും ഒരുമിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക എന്ന് പറയണതും പ്രേമിച്ച് നടക്കുന്നതോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുമ്പോഴോ നടക്കുന്നതിൽ നിന്ന് കുറേ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, ഒരുമിച്ച് സ്റ്റേ ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ ഈ മാരേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ തൊട്ട് തുടങ്ങുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കല്യാണത്തിന് ആ വീട്ടിലെ കസ്റ്റം, ഈ വീട്ടിലെ കസ്റ്റം, അവിടുത്തെ അച്ഛനെ അങ്ങോട്ട് നോക്കിയില്ല, ഇവിടുത്തെ മാമനെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാർക്കുള്ള കുറേ പരാതികളിൽ നിന്ന് എങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കണം, ആര് പറഞ്ഞാണ് ശരി, ആരുടെ സൈഡ് പിടിക്കണം എന്നൊക്കെ അറിയാതെ ന്യൂട്രലായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനത്തെ കുറേ കോൺഫ്ലിക്റ്റുകൾ മാരേജ് ടൈമിൽ ഫ്രിക്ഷൻ ബിൽഡ് ചെയ്യാറുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമ്മളുടെ വീടായിട്ട് മാറിയിട്ടുണ്ടാവണമെന്നില്ല. നമ്മളവിടെ ഒരു ഗസ്റ്റിനെ പോലെ ആയിരിക്കും ഇനീഷ്യലി നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഇങ്ങനെ പറയണോ, പെരുമാറാവോ, അതെടുക്കാവോ, ഇത് ചെയ്യാവോ, ഇതെന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വരുന്ന ഇൻട്രാക്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് കുറച്ച് കാലമൊക്കെ ജീവിച്ചു എന്ന് തന്നെ വിചാരിക്കും. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു വീട് എടുക്കേണ്ട കാര്യം വന്നു. ഓക്കെ, വീട് എടുക്കുന്നതിൽ, വീട് പോയി കാണുന്നതിലും സ്ഥലം എടുക്കുന്നതിലും എല്ലാത്തിലും ഒരുമിച്ചൊക്കെ പോയി. എന്നാൽ വീടിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ഒരാളുടെ പേരിലാണ് ചെയ്തു. ഓക്കെ, അപ്പം അവരുടെ വീട്ടിലെ രീതി വെച്ചിട്ട് എല്ലാ ആണുങ്ങളുടെ പേരിലാണ് ചെയ്യണേ. ഇപ്പോൾ വണ്ടികളൊക്കെ ആണെങ്കിലും ഒക്കെ ആണുങ്ങളുടെ പേരിലാണ് ചെയ്യണേ വിചാരിക്കും. റിസ്ക് ഒന്നും വരണ്ട, ഒരു തട്ടലോ മുട്ടലോ വന്നു കഴിഞ്ഞാൽ പെൺപിള്ളേർ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ഗുഡ് ഇൻറ്റൻഷനിൽ. പക്ഷെ ഇപ്പുറത്തെ ആൾക്ക് ഞാനും കൂടി നിൽക്കാനുള്ള വീടല്ലേ, എൻ്റെ അടുത്തൊന്ന് ചോദിക്കായിരുന്നില്ലേ, നോക്കാനൊക്കെ നോക്കി. അപ്പം പക്ഷെ മണി ലീഗൽ സാധനം വന്നപ്പോഴത്തേക്കും എന്നെ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ ചെയ്തത്, അതോ എനിക്ക് ജോലി ഇല്ലാഞ്ഞിട്ടാണോ, സാലറി ഇല്ലാഞ്ഞിട്ടാണോ, ഐ മീൻ ഇങ്ങനത്തെയൊക്കെ ഫീലിങ്സും തോട്ട്സും ഒക്കെ എന്താ പറയുക, ചെറിയ ചെറിയ ചില കാര്യങ്ങളിൽ വന്നേക്കാം.
ഉം. അതില് എനിക്കിപ്പോ ഒരു ജസ്റ്റ് മൈൻഡിലേക്ക് വന്നതാ. ഇപ്പൊ ഹസ്ബൻഡിന്റെ മണിയും കൊണ്ട് വീട് മേടിക്കുന്നു. അതിലിപ്പോ വൈഫിന് ജോലി ഇല്ലാന്ന് വിചാരിച്ചോ. ഇൻകം ഇല്ല. അപ്പൊ ആൾക്ക് പറയാനുള്ള വോയിസ് ഉണ്ടാവോ ഹസ്ബൻഡിനോട്? ഒരു ഹസ്ബൻഡിന് ഇൻഡിപെൻഡ് ചെയ്തിരിക്കുന്ന ഒരു എനിക്ക് എന്റെ വുമൺ വീടാന്ന് ആണെങ്കിൽ. തോന്നണ്ടേ. ഞാൻ ഓക്കെ. വൈഫാണെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ഇപ്പൊ ഇങ്ങനത്തെ ഒരു പാർട്ട്ണറിനെ വേണോ? ഉം. ജോലിയുള്ള പാർട്ട്ണറിനെ മതി. ഉം. ഞാനൊരു വീട് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഹാഫ് എമൗണ്ട് ഇടാൻ പറ്റുന്ന ഒരു വൈഫിനെ എനിക്ക് മതി എന്നുള്ളത് ഉം. ആദ്യ ബോധ്യം വേണം. അല്ല ഇപ്പൊ ഈ വൈഫിന് ചിലപ്പോൾ എന്റെ പേരിൽ വീട് എഴുതണം നിർബന്ധമൊന്നും ഉണ്ടായിട്ടാവണമെന്നില്ല. ഉം. എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മതിയാവുമായിരിക്കും. ഉം. ബേസിക്കലി ഇത് ആക്ഷനേക്കാൾ ഉപരി ഫീലിങ്സ് ആണ്. ഓക്കെ, ഓക്കെ. നമ്മുടേന്ന് പറയുന്ന ഒരു സാധനം ഉം. ഉം. എന്ന് പറയുന്നതില്ലേ, ഉം. 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 അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓക്കെ. എന്റെ അല്ല, ഞാനിവിടെ ബിലോങ് ചെയ്യുന്നില്ല, ഞാനിവിടെ ഇറങ്ങിപ്പോവും, എങ്ങോട്ട് ഇറങ്ങിപ്പോവും, എന്റെ ഉം. ഒരു സെക്യൂരിറ്റി. ഉം. ആലോചിക്കുക, ആ ലേഡി ഒരു 40 വയസ്സ് വരെയും 45 വയസ്സ് 50 വയസ്സ് വരെ ഒരുമിച്ച് ജീവിച്ചിട്ട് സെപ്പറേറ്റ് ആവാന്ന് അവർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സെക്യൂർ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ഡൗറി അത് ഇതെന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളിലും ഇപ്പം ഉം. ആ ഇപ്പോൾ പേരിൽ നമ്മൾ പറയില്ലെങ്കിലും നമ്മളിപ്പോൾ ഗിഫ്റ്റായിട്ട് ഗോൾഡ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉള്ളതാണ്. ഉം. എന്തിനാണ് ഇതൊക്കെ കൊടുക്കുന്നത്? ആ കാര്യങ്ങളൊക്കെ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീമെയിൽസ് കീപ്പ് ചെയ്യുന്ന ഒരു അസറ്റായിട്ടാണ് ആഫ്റ്റർ മാരേജ് പലപ്പോഴും കാണുന്നത്, ഉം. അല്ലേ? അതെ. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നതുപോലെയാണ് പലരും. അതായത് ഇതിനൊക്കെ വാല്യൂസും മീനിങ്സും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് പല ആളുകൾക്കും പല പോലെയാണ്, ഉം. 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 അല്ലേ? ചില ആൾക്കാർക്ക് അതെന്തേലും ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാനുള്ളതല്ലേ ഉം. ഉം. എന്നുള്ള രീതിയിൽ കാഷ്വലി എടുക്കുന്നുണ്ടാവും. അതെ. ചിലരത് അയ്യോ അത് അത് തൊടണ്ട, ഉം. അത് നമുക്ക് മനസ്സിലായി. എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ മാത്രം എന്നുള്ള രൂപത്തിലുണ്ടാവും. അതെ. അല്ലെങ്കിൽ അത് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ പറ്റുള്ളൂ, ഉം. വേറുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് കൊടുക്കാൻ പറ്റൂല ഉം. എന്ന് ഉം. പറയുന്നത് ഉം. ഉണ്ടാവാം. ഉം. ഇങ്ങനെ ഇതിനൊക്കെ ഓരോ ആളുകൾക്കും മീനിങ്സും വാല്യൂസും ഡിഫറൻസസ് ഉണ്ടാവുമ്പം സംസാരം ഇതിൻ്റെ ഇടയിൽ ആവശ്യമാണ് ഇതിനെ പറ്റിയൊക്കെ. ഓക്കെ, ഓക്കെ. മനസ്സിലായോ? ഉം. അത് സംസാരിച്ച തീരുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഉം. 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 പക്ഷെ സംസാരിക്കേണ്ട കാര്യമായിരുന്നു എന്നുള്ളത് തോന്നൂല ചിലപ്പോൾ. ഉം. അത് ഇന്റൻഷനലി ചോദിക്കാതിരിക്കണോ പറയാതിരിക്കണോ ആവണമെന്നില്ല. ഉം. ഇന്നിപ്പോൾ ഈ വീടിന്റെ കാര്യം പറഞ്ഞതുപോലെ ഉം. കാറിന്റെ കാര്യം പറയുന്നത് പോലെ സേഫ്റ്റിക്ക് ഇതാണ് നല്ലത്, ഉം. ഇഷ്യൂസ് ഒന്നും വരാതിരിക്കുക ഇതാണ് നല്ലത്, ഉം. ടാക്സ് പേ ചെയ്യുന്നതിന് ഇതാണ് കംഫർട്ട് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അവരുടെ ഫാമിലിയിലെ കസ്റ്റം അനുസരിച്ച് ഫോളോ ചെയ്യുന്നത് അവർ അതുപോലെ ഫോളോ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉം. ഉം. പക്ഷെ ഇപ്പുറത്തെ ഒരാളുടെ ഫീലിങ്സ് ഹേർട്ടായി എന്നുള്ളതാണ്. ഉം. ഉം. സോ ലൈഫിൽ എന്ത് മേജർ ഡിസിഷൻസ് വരികയാണെങ്കിലും ആഫ്റ്റർ മാരേജ് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ചോദിക്കുക. ഉം. ഉം. വീട്ടിലൊരു കട്ടിൽ വാങ്ങുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ? ഉം. ഉം. അങ്ങനെ ചോദിക്കുക, ഉം. അത്രേ ഉള്ളൂ. ഇപ്പൊ ക്രിസ്ത്യൻ കസ്റ്റം അനുസരിച്ച് ബിഫോർ മാരേജ് ഉറപ്പിച്ച ശേഷം ദമ്പതികളെ ഇങ്ങനെ മാരേജ് മാരിറ്റൽ ഒരു കോഴ്സ് ഉണ്ട്, ഒരു കോഴ്സ് അറ്റൻഡ് ഞാൻ ചെയ്യും, അറിയാം, അങ്ങനെ അറിയാം, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആഫ്റ്റർ ദാറ്റ് അങ്ങനെ ഒന്നുമില്ല. പിന്നെ വളരെ നല്ല കാര്യമാണ് കേട്ടോ. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ്സും അങ്ങനെയൊക്കെ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഓൺലൈനൊക്കെ നമ്മുടെ ഒരു കസ്റ്റത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയാൽ കൂടി ഒരു 2 മന്ത് ഇങ്ങനത്തെ ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്നത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും, അല്ലേ? അത് കപ്പിളായിട്ട് തന്നെ കാണണമെന്ന് നിർബന്ധവുമില്ല, ഓക്കെ. ഇൻഡിവിജ്വലായിട്ട് കണ്ടാലും ഉം. ഓക്കെയാണ്. ഓക്കെ. അതായത് വലിയ കോൺഫ്ലിക്റ്റിലേക്ക് ഒന്നും പോവാതെ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ആം, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെ പറയണമെന്ന് ഉം. അറിയില്ല, ഉം. പറഞ്ഞാൽ ശരിയാവുമോ എന്നറിയില്ല, ഉം. ഉം. ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനുള്ള ഏരിയാസിലൊക്കെ ഉം. ഉം. അതെങ്ങനെ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാവിഗേറ്റ് ചെയ്യാമെന്നുള്ളതിലൊക്കെ ഒരു ഹെൽപ്പ് എടുക്കുന്നത് പോലെയോ ഉം. നമ്മുടെ ഉം. സ്കില്ല് ബിൽഡ് ചെയ്യുന്നത് പോലെയോ ഉം. കൺസിഡർ ചെയ്തിട്ട് തന്നെ ഉം. ഉം. ഫോളോ അപ്സ് എടുക്കാം. മനസ്സിലായി, ഉം. മനസ്സിലായി. ഇപ്പം ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോഴത്തേനും ഇപ്പം നമ്മൾ പറയാം, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് അധികം കൊണ്ടുവരരുതെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. നമ്മൾ തന്നെ സോൾവ് ആക്കുക, മൂന്നാമത് ഒരാളോട് നമ്മുടെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാതിരിക്കുക. അത് നല്ലതാണോ? അത് എന്തെങ്കിലും ദോഷമുണ്ടോ? അതായത് തെറപ്പിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനാണോ അതോ അല്ല, ഫ്രണ്ട്സ് ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെയാണോ? ഫാമിലി, അതിന് ശേഷമായിരിക്കുമല്ലോ നമ്മൾ എന്തായാലും ഒരു തെറാപ്പി. അതെന്താണെന്നറിയോ? ആം, പലപ്പോഴും ബയസ്ഡ് ആവുന്നതാണ് പ്രശ്നം. ഇപ്പോൾ രണ്ടാളുടെയും ഫ്രണ്ട് ആണെങ്കിൽ പോലും അയാൾ പറയുന്ന അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് അയാൾ വിചാരിച്ചുണ്ടാക്കിയിട്ടുള്ള ബിലീഫ്സ് വെച്ചിട്ട് ഓക്കെ. മനസ്സിലാവുണ്ടോ? എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പറയണത്. ഓക്കെ, ഓക്കെ. ഇതൊരിക്കലും സയന്റിഫിക് ആവണമെന്നില്ല. മനസ്സിലായോ? തോട്ട് പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യുക, ഇവരുടെ പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യുക,
ആ ബിലീഫ് സിസ്റ്റംസ് എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടൊന്നും ആവണമെന്നില്ല. എനിക്ക് തോന്നുന്നത് ഇയാളിങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇയാൾക്ക് വിഷമായിട്ടുള്ളത്, അതുകൊണ്ട് ഇയാളിങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയനോ അതെങ്ങനെയായാലും കറങ്ങിത്തിരിഞ്ഞ് ചിലപ്പോൾ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടാളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടാവണമെന്ന് നിർബന്ധമില്ല. നിർബന്ധമില്ല. ഓക്കെ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാവും വിചാരിച്ചിട്ട് ന്യൂട്രൽ ആക്കാം അല്ലേ. അപ്പൊ തെറപ്പിയിൽ ചിലപ്പോൾ നമ്മളത് അങ്ങനെ ന്യൂട്രൽ ആക്കിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പകരം ഏത് സ്റ്റേജിലാണ് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് സ്വയം അവരെ മനസ്സിലാക്കിക്കുന്ന സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കല്യാണം കഴിച്ചിട്ട് ഹസ്ബൻഡിന്റെ പ്രശ്നം ഹസ്ബൻഡിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് നമ്മൾ പറയാം, എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, എന്നെ ഇങ്ങനെ തല്ലുണ്ട്. അപ്പൊ അപ്പുറത്തുനിന്ന് പറയാം, നിന്റെ കയ്യിൽ എന്തെങ്കിലും കയ്യിലിരിപ്പ് കാണാം, ഇതുവരെ എങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ട് മാറിയതാണ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇമ്പാക്ട്? അതെ അതെ അതെ. ഇപ്പൊ പേരൻസിനെ അറിയണമെന്നുണ്ടാവില്ലല്ലോ. സ്വന്തം വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സ്വന്തം വീട്ടിൽ വിളിച്ച് പറഞ്ഞു, നീ അഡ്ജസ്റ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്, നിനക്ക് പണ്ടേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതെ 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 അവരുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും എക്സ്പീരിയൻസിനെയും ഒക്കെ ഇൻവാലിഡേറ്റ് ചെയ്തില്ലേ. അതെ അതെ. ഇനി അവര് പോയി ഹെൽപ്പ് സീക്കിയോ? അവര് സെഷൻസിന് പോലും വരണമെന്നില്ല. ഇത്രയും കാലം കൂടെ നിന്ന് മനസ്സിലാക്കേണ്ട ആൾക്കാർ മനസ്സിലാക്കാത്തടത്ത് ഇനി ഒരു സ്ട്രേഞ്ചർ എന്ത് ചെയ്യാനാന്ന് തോന്നില്ലേ? അങ്ങനെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ പേരൻസിന്റെ അല്ലെങ്കിൽ ആരും മനസ്സിലാക്കുന്നില്ല സാഹചര്യത്തിൽ വരുമ്പോഴാണോ ഇടയ്ക്കൊക്കെ ഇപ്പൊ അഫെയറിലേക്ക് പോകുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ലൈക്ക് ആരും കേൾക്കാതെ വരുമ്പോൾ പലരുടെയും സിറ്റുവേഷൻ അടുത്ത് നിന്ന് കേൾക്കുമ്പം ഓക്കെ ആരും എന്നെ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ ആരും ഇയാൾ മാത്രമാണ് കേട്ടിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ഒരു അവിഹിതം എന്ന വേർഡ് നിൽക്കുമ്പം അഫെയർ എന്ന വിവാഹശേഷം പോകുന്നത് അതുകൊണ്ടാണോ? എന്താന്നറിയാ, ഈ ഇതിനൊന്നും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ ഒരു അഫെയർ ഉണ്ടാവുന്നത് ചിലപ്പോൾ അപ്പുറത്തെ പാർട്ട്ണറിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണെന്നില്ല. അതെ അതെ അതെ. ഇപ്പോ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം, എന്നാ മാരേജിൽ തന്നെ നിൽക്കേണ്ടി വരുന്നു. വേറെ വഴിയില്ല, ഇതിനകത്ത് നിന്നേ പറ്റുള്ളൂ എന്ന് തോന്നുമ്പോൾ അവർക്ക് കമ്പാറ്റബിൾ ആയിട്ട് തോന്നുന്ന ഒരാളെ ലേറ്റ് സ്റ്റേജിൽ കാണുമ്പോൾ അവരുടെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ പല രീതിയിൽ ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്സ് ഉണ്ട്. അതെ അതെ സോ അതുകൊണ്ട് ഈ പാർട്ട്ണർ റോങ് ആയതുകൊണ്ടോ ഇയാളുടെ സ്വഭാവത്തിന്റെ പ്രശ്നം കൊണ്ടോ ആവണമെന്നില്ല വേറൊരു അഫെയറോ റിലേഷനോ പുറത്ത് വരുന്നത്. ഇനിയിപ്പോൾ ഈ ചോദിച്ചതുപോലെ വീട്ടിൽ ഭയങ്കര റിയാക്റ്റീവ് ആയിട്ട് ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ ഡിസിപ്ലിൻ ചെയ്യിച്ചുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൺസിഡർ ചെയ്തൊന്നും ചെയ്യണില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓഫീസ് സ്പേസിൽ പോലും ഇപ്പം കൂടെയുള്ള കൊളീഗ്സ് ഡോറൊന്ന് തുറന്നു കൊടുക്കുന്നു, ക്യൂല് എന്തെങ്കിലും നിൽക്കേണ്ട ആവശ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം കയറിക്കോളി ചെയ്തോളൂ എന്ന് പറയുന്നു. അതായത് ആ കൺസിഡറേഷൻ പോലും ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ വരെ എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യണോ? എല്ലാ ആണുങ്ങളും ഇങ്ങനെയല്ല, അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയല്ല, കുറച്ചുകൂടെ മനസ്സിലാക്കി എടുത്തിരുന്ന് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന വേറെ ഫീമെയിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവാം അല്ലേ. അപ്പം ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ കമ്പയർ ചെയ്ത് പോവുകയും അത് അഫെയറിലേക്ക് പോകണമെന്ന് പോലും ഇല്ല, നമുക്ക് ഇഷ്ടക്കേടാണ് കൂടുതൽ ആദ്യം വരിക. ഞാൻ ഡിസേർവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഇതല്ലല്ലോ എന്ന് തോന്നും. എല്ലാ ആണുങ്ങളും ഇങ്ങനെയല്ല, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയല്ല എന്ന് തോന്നും. നമ്മൾ നമ്മളെ പാർട്ട്ണറെ വെച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങും, നമ്മൾ അവരുടെ നെഗറ്റീവ്സിലേക്ക് മോർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. നമ്മളതിൽ വർക്ക് ചെയ്യണമെന്നില്ല നന്നാക്കാനായിട്ട് റിലേഷൻ, പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ്സിൽ നന്നായിട്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ നെഗറ്റീവ്സ് മാത്രം ഒരാളുടെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റുക? അതെ അതെ. ഇപ്പോൾ ഒരു ഫൈറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സൈലന്റ് പാലിക്കുന്നതാണോ ബെറ്റർ, അതോ ഇപ്പോൾ ഒരാൾക്ക് സൈലന്റ് കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു വൺ ഡേ ഒക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്നായിരിക്കും, ഒരാൾക്ക് പക്ഷെ സംസാരിച്ച് തീർക്കണം എന്നായിരിക്കും. അത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം ആയിക്കോട്ടെ റിലേഷൻഷിപ്പിന്റെ കാര്യം ആയിക്കോട്ടെ. അങ്ങനെ ഉള്ളത് ഏതാ ബെറ്റർ, സൈലന്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് മണിക്കൂർ ഇരിക്കുന്നതാണോ അത് സംസാരിച്ച് ഇത് തീർക്കുന്നതാണോ? ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത് രണ്ടാളുടെയും പേഴ്സണാലിറ്റി രീതികളനുസരിച്ച് അവര് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മുന്നത്തെ എക്സ്പീരിയൻസിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബേസിക്കലി. മനസ്സിലായോ? അപ്പം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നല്ലതാണ്, സ്പേസ് എടുക്കുന്നതും നല്ലതാണ്. പക്ഷെ ആ സ്പേസ് എടുക്കുന്ന സമയത്ത് എനിക്ക് സ്പേസ് വേണം, ഞാൻ കുറച്ചു നേരം ഓക്കെ ആയിട്ട് പിന്നെ നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് സ്പേസ് എടുത്താൽ കുഴപ്പമില്ല. ഓക്കെ. അതുപോലെ അപ്പുറത്തുള്ള ആളും എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കണം എന്നുണ്ട്, നീ ഓക്കെ ആകുമ്പോൾ പറ, നമുക്ക് സംസാരിക്കാം എന്ന് പെർമിഷൻ ചോദിച്ചിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതും ഗുഡാണ്. അപ്പോൾ രണ്ടും നല്ലതുമാണ്, രണ്ടും ചില രീതിയിലല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ദോഷമുണ്ട്. അതെന്ത് രീതിയിലാണ് ചെയ്ത് എന്ത് രീതി അതപ്പം ചെയ്തില്ലെങ്കിൽ ഞാൻ
ഞാൻ ഓക്കെ അല്ല, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് ഞാൻ പറയണൂല്ല. ഉം. ഞാൻ ഫുൾ സൈലന്റ് ട്രീറ്റ്മെന്റിലാണ്. ഞാൻ ഇനി എന്ന് മിണ്ടുന്ന പോലും അപ്പുറത്തെ ആൾക്ക് അറിയില്ല വിചാരിക്കും. ഓക്കെ ഓക്കെ മനസ്സിലായി. ഇത് ഒരു ദിവസം ഒന്നുമല്ല, ആഴ്ചക്കണക്കിന് മിണ്ടാത്ത ആൾക്കാരുണ്ട്, അതെ അതെ അതെ. മാസക്കണക്കിന് മിണ്ടാത്ത ആൾക്കാരുണ്ട്, 3 months ഒക്കെ മിണ്ടാതിരുന്ന് ഉം. ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത പോലെ ആയി പോകുന്ന ആളുകളുണ്ട്. അപ്പുറത്തുള്ള ആളുടെ അവസ്ഥ എന്താ ആലോചിച്ച് ഉം. അതൊരു മേജർ ഗ്യാപ്പ് തന്നെ ഉണ്ടാക്കില്ല റിലേഷൻഷിപ്പില്. ഉണ്ടാക്കും. ഉം. ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ് പിന്നെ. ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യും. ഇയാൾ എന്നെ ഇട്ടിട്ട് പോകുന്നുള്ള ഫിയർ വന്നില്ലേ? അതെ അതെ അതെ. അത് മണിക്കൂറുകൾ മിണ്ടാതിരുന്നാലും ദിവസങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാലും അപ്പുറത്തുള്ള ആൾക്കുള്ള ഫീല് ഉം. ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നെ ലീവ് ചെയ്ത് പോകാൻ ചാൻസസ് ഉള്ള, ഉം. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ഉം. എനിക്ക് സെക്യൂർ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഉം. ഉം. എന്നുള്ള ഫിയർ ഉണ്ടാക്കിയ ഉം. നീ ഇയാൾ എപ്പോൾ പോവും എന്ന് പേടിച്ചിട്ടായിരിക്കും ഒരാൾ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ ഓക്കെ. ഇപ്പുറത്തുള്ള ആൾ ചിലപ്പം എല്ലാം പറഞ്ഞ് 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 തീർത്തിട്ട് എൻ്റെ സൈഡ് മനസ്സിലാക്കിച്ച് കൊടുത്താലേ ഇയാൾ നിൽക്കുള്ളൂ എൻ്റെ കൂടെ എന്നുള്ളതിൻ്റെ പുറത്തായിരിക്കും ഇത് ഇൻഫർമേഷൻസ് ബൊമ്പാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷെ മറ്റേ ആൾക്ക് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാൻ സമയം വേണ്ടി വരാം. അപ്പോൾ പെർമിഷൻ ചോദിക്കുക, ടൈം വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആൻഡ് ടൈം വേണമെങ്കിൽ ഞാൻ ഫ്യൂ അവേഴ്സ് എന്ന് പറയാം, അല്ലേ? വൈകിട്ട് സംസാരിച്ചാൽ മതിയോ എന്ന് ചോദിക്കാം, നാളെ സംസാരിക്കുക ഇതിനെ പറ്റി എന്ന് പറയാം. എന്നിട്ട് പിന്നെ മിണ്ടാതെ നടക്കേണ്ട ആവശ്യമില്ല. വീട്ടിലത്തെ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് എൻഗേജ് ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. മേ ബി ആ പ്രോബ്ലത്തിനെ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് നമ്മളല്ല നമ്മുടെ പ്രശ്നമാണ് പ്രശ്നം. അതിനെ നമ്മൾ രണ്ടുപേരും സൊല്യൂഷൻസ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ബിൽഡ് ചെയ്തിട്ട് മ്യൂച്വലി നമുക്ക് ഓക്കെ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എടുക്കാം എന്നുള്ളതിലേക്ക് ആ പ്രശ്നത്തിനെ മാറ്റി വയ്ക്കാൻ പറ്റണം. ഓക്കെ. ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ പെട്ടെന്ന് ഒരാളുടെ മനസ്സ് അല്ലെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളെ റീഡ് ചെയ്യാൻ പറ്റുമോ ആർദ്രയ്ക്ക്? ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല കേട്ടോ. ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല. അല്ല, സൈക്കോളജിസ്റ്റ് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള ഒരു ധാരണയാണ് എൻ്റെ മനസ്സിൽ. അതൊരു തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണയാണ്. കുറച്ച് സംസാരിക്കാൻ, അതായത് എന്തിനെ പറ്റി സംസാരിക്കുന്നു എന്നുള്ള വിഷയമാണ്. ഏതെങ്കിലും കണ്ട ഒരു സിനിമേനെ പറ്റിയോ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരാളുടെ രീതികളും കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസസും ഒക്കെ മനസ്സിലാക്കുമ്പോഴേ ഒരാളുടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് കണ്ടിട്ടൊന്നും അങ്ങനെ റീഡ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഒബ്സർവ് ചെയ്താലും പറ്റും. നമ്മളടുത്ത് സംസാരിക്കണമെന്നില്ല, മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വാച്ച് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു ട്രെയ്റ്റ് ആണ്, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആവാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മുടെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടോ, ഇപ്പം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു ടിപ്സ് തരുവാണെങ്കിൽ എന്തായിരിക്കും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് റിലേഷൻഷിപ്സിൽ എപ്പോഴും. അത് എന്ത് തരത്തിലുള്ള ഇമോഷൻസ് ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള വേയിൽ അതിൻ്റെതായിട്ടുള്ള സമയത്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഡിലേ ആവുന്നത് നിങ്ങളുടെ ഇടയിൽ പല രീതിയിലുള്ള ഫ്രിക്ഷൻസും കോൺഫ്ലിക്റ്റും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ റിലേഷൻഷിപ്പിൽ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരിക എന്ന് പറയുന്ന സമയത്ത് എവിടെ പോയി ഹെൽപ്പ് എടുക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ആളുകളുടെയും ഇൻറ്റൻഷൻസ് റൈറ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഹെൽപ്പുകൾ ചിലപ്പോൾ ദോഷമായിട്ട് വരാം. അതുപോലെ നമ്മൾ വളരെ ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ മേജർ ഡിസിഷൻസ് ഒന്നും റിലേഷൻഷിപ്പിലുള്ളതാണെങ്കിലും വേണം വെക്കുക, വേണ്ടാന്ന് വെക്കുക, ഒഴിവാക്കുക, ഇറങ്ങിപ്പോവുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലേ, അത് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഇമോഷൻസിൽ നിൽക്കുമ്പോൾ ചെയ്യാതിരിക്കുക. ആൻഡ് ബുദ്ധിമുട്ടുണ്ട്, ഒരാൾ സപ്പോർട്ടീവ് അല്ല വർക്ക് ചെയ്യാൻ റിലേഷൻഷിപ്പിൽ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അല്ലാതെ നിങ്ങളതിൽ ഹോപ്പ്ലെസ് ആയിട്ട് ഇനി ഇത് വർക്കാവില്ല, ഇത് ഇങ്ങനെ തന്നെ ഞാൻ ലൈഫ് ലോങ് പോകണം എന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരാളതിനകത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ എന്ന് നോക്കി സെൽഫായിട്ടും ഹെൽപ്പ് എടുക്കാൻ പറ്റുന്നത് ആണ്.
ഇങ്ങനെ അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു 1.5 അവർ നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു ഞങ്ങൾ ടോപ്പിക്ക് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിനെപ്പറ്റി നല്ലൊരു അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നു. ആൻഡ് ഇനി ഒരുപാട് പേരിങ്ങനെ ഹീൽ ചെയ്യാൻ ആർദ്രയ്ക്ക് പറ്റട്ടെ. ആർദ്രയുടെ ലൈക്ക് ക്ലിനിക്കിന്റെ നെയിം ലൈക്ക് ഓൺലൈൻ ഹീലിംഗ് ലോഞ്ച് എന്നാണ്. ഒരു ഓൺലൈൻ ഹീലിംഗ് ലോഞ്ച്. കൺസൾട്ടേഷൻ ഓക്കെ. പ്ലാറ്റ്ഫോമാണ്. അതെ. അപ്പോൾ ഓൺലൈനിലൂടെ വേൾഡിലിരിക്കുന്ന എല്ലാവരെയും ഹീൽ ചെയ്ത് നല്ല ഒരു മനുഷ്യരാക്കാൻ സാധിക്കട്ടെ. 2026 നല്ലൊരു വർഷമാകട്ടെ. കരിയർ വൈസ് ആയാലും പേഴ്സണൽ ലൈഫ് ആയാലും. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. താങ്ക് താങ്ക് യു. യു.